ശാന്തനാകൂ, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയൂ. വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാരൻറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പം ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു പുണ്യം അത് ശാന്തതയാണ്. ദൈവം തന്നെ ശാന്തതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ ഒരു മണിക്കൂർ ഒരുപക്ഷെ ഒരേ സമയം അതൊരു ആത്മശോധനയുടെ ഒരു മണിക്കൂർ കൂടിയായിരിക്കും. അതിൽ നിന്നും ഭാവിയിലേക്ക് എന്ത് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പാരൻറ്റിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പേരൻസ് ആകുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. നമ്മുടെ മക്കളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടേതായ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ ഒരുപക്ഷെ ഒരുപാട് മുറിവുകൾ നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ദൈവമേ, എങ്ങനെയാണ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ജീവിതത്തിൽ ഞങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് മക്കളെ വളർത്തുമ്പം ഞങ്ങൾക്ക് തന്നെ അതെന്താണ് എന്നറിയാൻ പറ്റാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ. ഈശോയെ, നിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ എല്ലാ ശൂന്യതകളിലേക്ക് നീ നിറയ്ക്കണമേ. നീ വന്ന് നിറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല സംശയങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ മണിക്കൂറിനെ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് ഇട്ടിരിക്കുന്ന പേര് ഇൻസൈറ്റ്ഫുൾ പാരൻറ്റിങ്. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇൻസൈറ്റ്ഫുൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിയുമ്പം പല രീതിയിൽ വേണേൽ അതിനെ മനസ്സിലാക്കാം. ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യതയുണ്ടെന്ന്. തോട്ട്ഫുൾ പാരൻറ്റിങ്, കോൺഷ്യസ് പാരൻറ്റിങ്. ആ വാക്ക് കേട്ടിട്ടുണ്ടോ? കോൺഷ്യസ് പാരൻറ്റിങ്, ബോധപൂർവം നമ്മൾ നടത്തുന്ന എന്തോ പാരൻറ്റിങ്. അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് കോൺഷ്യസ് പാരൻറ്റിങ് എന്നുള്ളത്. ഇങ്ങനെയുള്ള പല വാക്കുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ്ഫുൾ പാരൻറ്റിങ്ങിനെ പറ്റിയുള്ള ചില ചിന്തകൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉടനീളം നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കുറേ സ്ലൈഡ്സ് ഇങ്ങനെ കാണും. പ്രത്യേകിച്ച് ഒരു സ്ലൈഡും അടുത്ത സ്ലൈഡും നമ്മൾ വലിയ ബന്ധമൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പം ചോദിക്കാം. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങളുടേതായ രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. ഇതിനകത്ത് ശരിയുത്തരവും തെറ്റുത്തരവൊന്നുമില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ഉത്തരവും ശരിയാണ് എന്ന ബോധ്യത്തിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് ആരും ഇത്തിരി പോലും ഒരു ക്ഷേമിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ഉത്തരം പറയുക. അതുകൊണ്ട് കൂടുതൽ ക്ലാസ് നമുക്ക് ആക്റ്റീവ് ആക്കാൻ വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വളരെ മിടുക്കന്മാരായതുകൊണ്ട് ഞാനൊരു ലത്തീനിലെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ആർക്ക് പറയാൻ പറ്റും? ഗ്രാസിയ ഓപ്പരാത്തൂർ ഇൻ നത്തൂര. എന്തെങ്കിലും ഒരു ആശയം കിട്ടുന്നുണ്ടോ? ഗ്രാസിയ ഓപ്പരാത്തൂർ ഇൻ നത്തൂര എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്പാനിഷ് സ്വാധീനം വന്നതിൻ്റെ അടയാളം. ഗ്രാസിയാസ് ഒക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് എന്തോ നന്ദിയായിട്ടൊരു ബന്ധം അവിടെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. നല്ല കാര്യം. അതിൻ്റെ കൃത്യം തർജ്ജിമ ഇങ്ങനെയാണ് പോകുന്നത്: ഗ്രേസ് ബിൽഡ്സ് ഓൺ നേച്ചർ. ഗ്രേസ് ബിൽഡ്സ് ഓൺ നേച്ചർ. മലയാളത്തിലോട് തർജ്ജിമ ചെയ്ത് കഴിഞ്ഞാൽ കൃപ പ്രവർത്തിക്കുന്നത് പ്രകൃതിയിലാണ്. ഇവിടുത്തെ പ്രകൃതി ഏതാ? ഇവിടുത്തെ പ്രകൃതി ഏതാ? ഏതാ പ്രകൃതിയാ? ഓക്കെ, അതെല്ലാം പ്രകൃതിയുടെ ഭാഗം. മനുഷ്യ പ്രകൃതി, ദ ഹ്യൂമൻ നേച്ചർ. നമ്മിലേക്ക് കൃപ വരുന്നത് നമ്മുടെ പ്രകൃതി ആശ്രയിച്ചാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കൊരു വ്യക്തിയോട് വളരെയധികം വിരോധമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ നിങ്ങൾ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ വിചാരിക്കുന്നവർ നിങ്ങൾക്ക് ലഭിക്കുമോ? എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? ദൈവത്തിൻ്റെ കൃപയ്ക്ക് വല്ല കുഴപ്പമുള്ളതുകൊണ്ടാണോ? അല്ല, അത് സ്വീകരിക്കാനുള്ള ആ ഒരു റിസപ്റ്റിവിറ്റി നമ്മുടെ നേച്ചറിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് ഈ ദൈവത്തിൻ്റെ കൃപ നമുക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അത് ദൈവത്തിൻ്റെ കൃപയുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു നേച്ചർ നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില വ്യക്തികളൊക്കെ എന്തോരം പ്രാർത്ഥിച്ചിട്ടും പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാകാതെ പോകുന്നത്. ചിലർക്ക് ധ്യാനങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോയി കൂടുന്നവരുണ്ട്. എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടും മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ നമ്മൾ ഇതുവരെയും നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് ഓർത്തിരിക്കണം.
തോമസ് അക്വിനാസിന്റെ മറ്റൊരു വാക്കാണ് ഗ്രാസിയ നോൺ തുള്ളീത്ത് നത്തൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ നേച്ചർ. പിന്നെ എന്താ ചെയ്യുന്നത്? സെയ്ത് പെർഫിച്ചിത്, അതാ പെർഫെക്റ്റ് ആക്കുന്നു, അത് പൂർണ്ണമാക്കുന്നു. നിങ്ങൾക്കുള്ള നേച്ചറിനെയാണ് അത് പൂർണ്ണമാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ലത്തീൻ വാക്കൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുമ്പോഴേ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പകരം ഇങ്ങനെ പറയണം, ഗ്രാസിയനോ തൊള്ളീത്ത് നത്തൂരാം സേത് പെർഫിച്ചിത്ത് എന്നൊക്കെ പറയുമ്പം 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനും സാധിക്കും. എന്നാൽ പറഞ്ഞതാണ് നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ് താനും. മാത്രമല്ല ലത്തീനിലെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നതും വളരെ നല്ലതാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. പ്രിയപ്പെട്ടവരെയും, നമ്മൾ പേരൻറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മൾ പേരൻസ് എന്ന നിലയിൽ ചിന്തിക്കുമ്പം എത്രമാത്രം എൻ്റെ നേച്ചറിനെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിട്ട് നമ്മുടെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ, ഉദാഹരണം, വളരെ ആങ്കറുള്ള ഒരു വ്യക്തി എത്ര നാളും പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ, ദൈവമേ എൻ്റെ ആങ്കർ മാറ്റണമേ, ദൈവമേ എൻ്റെ ആങ്കർ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ, നമ്മൾ ആ ഒരു നേച്ചറിനെ ഇതുവരെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നതാണ് അതിൻ്റെ പിറകിലുള്ള കാരണം. അതുകൊണ്ട് ഈ പാരൻറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പം നമുക്ക് ആദ്യം നമ്മുടെ നേച്ചറിനെ പറ്റി ചിന്തിക്കാം. നമ്മുടെ നേച്ചറിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ നേച്ചറിനെ എനിക്ക് എങ്ങനെ ദൈവത്തോട് ചേർന്ന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും? ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെയും കൺഫ്രണ്ടിങ് മൈ നേച്ചർ, കൺഫ്രണ്ടിങ് ദ ഹ്യൂമൻ നേച്ചർ ഐ ഹാവ്, കൺഫ്രണ്ടിങ് ദ ഹ്യൂമൻ ലിമിറ്റേഷൻസ് ഐ ഹാവ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുടെ പാസ്റ്റിനെ, ആ ഒരു ബാഗേജ് ഇന്നും തൂക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങൾ, വളരെ ആന്തരികമായിട്ട് നമ്മൾ മുറിവുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു തലങ്ങൾ, അതിൻ്റെ ബാഗേജ് ഇന്നും നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരമ്മ ആ അമ്മയുടെ കുഞ്ഞുങ്ങളെല്ലാം ആങ്ഷ്യസ് ആക്കും. ഒരു പരീക്ഷ വന്നു കഴിയുമ്പം കൊച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അമ്മയ്ക്ക് ആങ്സൈറ്റി കൂടുതലാണ്. കൊച്ച് വളരെ കൂളായിട്ട് വീട്ടിൽ വന്നതാണ്. പക്ഷേ 2 മാർക്ക് കുറഞ്ഞു പോയതിനെ തുടർന്ന് അമ്മ വീണ്ടും വീണ്ടും ഈ ചോദ്യം കൊച്ചിനോട് ചോദിക്കുക വഴി എന്താ സംഭവിക്കുന്നത്? കൊച്ചിനെ ആങ്ഷ്യസ് ആക്കുക. അതുകൊണ്ട് നമ്മുടെ നേച്ചറിനെ അഡ്രസ്സ് ചെയ്യാത്തവരെല്ലാവരും ഈ പേരൻറ്റിങ്ങിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ആ പറയുന്ന എല്ലാ തലങ്ങളും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ആങ്ഷ്യസ് പേരൻസ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് ദെയർ ചിൽഡ്രൻ ആങ്ഷ്യസ്. അതുപോലെ വൂണ്ടഡ് പേരൻസ്, ചെറുപ്പത്തിൽ ഒരുപാട് വൂൺസ് ഇന്നും ക്യാരി ചെയ്യുന്ന പേരൻസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വൂൺസ് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നേച്ചറിനെ പറ്റിയുള്ള ഒരു ഇൻസൈറ്റാണ്. സോക്രട്ടീസിൻ്റെ ഒരു വാചകം നമുക്ക് ഓർത്താം, ദ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വെർത്ത് ലിവിങ്. നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ അതൊരു ക്വാളിറ്റിയുള്ള ലൈഫായിട്ട് മാറത്തില്ല എന്നുള്ളതാണ് സത്യം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊക്കെ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് അന്നൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രാധാന്യമൊന്നും 2 നേരമുണ്ട്. ഒരു ദിവസം എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. എന്തിനു വേണ്ടിയാണ് മനസാക്ഷിനെ ഇത്രമേൽ ഇങ്ങനെ ആത്മശോധന ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റു, സപ്ര എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥന, ധ്യാനം, വിശുദ്ധ കുർബാന, ഈ സമയത്തൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അതെന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ ഈ എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് വഴി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്ന് ആത്മീയ പിതാക്കന്മാർ മനസ്സിലാക്കിയതുകൊണ്ടാണ് സഭയുടെ എല്ലാ ട്രഡീഷനകത്തും ഈ സെമിനറി ഫോർമേഷനകത്തൊക്കെ അത് കടന്നു വരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചിരിക്കാൻ പറ്റും. ഒരു അടുത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇവിടെ വന്നിട്ടാണെന്നും. അതുകൊണ്ട് ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറയാൻ പോവുകയാണ്. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ആ കൊച്ചിനോട് സംസാരിക്കുന്നു. ആ കൊച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് വൂൺസ് അതിൻ്റെ പേരൻസിൽ നിന്നും ആ കൊച്ചിന് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്. ആ കൊച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, സം പീപ്പിൾ ഡു നോട്ട് ഡിസേർവ് ടു ബി പേരൻസ്. എല്ലാവർക്കും ഒന്നും പേരൻസ് ആകാൻ ഉള്ള ക്വാളിറ്റി ഇല്ല, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അത് പലപ്പോഴും നടക്കാം. നമ്മുടെയൊക്കെ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകതയാണ് എന്താ? എല്ലാവരും വിവാഹം കഴിക്കും. ഈ വിവാഹം കഴിക്കാനുള്ള ഒരു ബേസിക് ക്വാളിറ്റി നമുക്കുണ്ടോ എന്ന് നമ്മൾ പലരും ചിന്തിക്കാനുള്ള സാധ്യതയില്ല. വേറൊരു പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിക്കാൻ കപ്പാസിറ്റി ഉള്ള, പൊട്ടൻഷ്യലുള്ള ഒരുപാട് പേര് വിവാഹം കഴിക്കുന്നുമില്ല. ഇപ്പം നമ്മുടെ മക്കളൊക്കെ നിങ്ങളതിൽ ചിന്തിക്കും, നമ്മുടെ മക്കൾക്ക് എന്താണ് ഇത്ര ഒരു ബുദ്ധിമുട്ട്? ചിലരൊക്കെ വിവാഹം കഴിക്കാതിരിക്കുന്നു, 30 വയസ്സ് കഴിയുന്നു, എന്നിട്ട് വിവാഹം കഴിക്കുന്നില്ല. അവർക്കൊക്കെ ഒരുപക്ഷെ നന്നായിട്ട് കുടുംബജീവൻ നയിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കാം, പക്ഷെ എന്തോ ഒരു ഫിയർ അവരെ ബാധിക്കുന്നുണ്ട്.
അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടെ. ആം ഐ റിയലി ലൈക്ക് വെർത്തി ടു ബി എ പാരൻറ്റ്? നമ്മുടെ മക്കൾ എന്തെങ്കിലും നമ്മളെ നോക്കിയിട്ട് യു ആർ നോട്ട് എ ഗുഡ് പാരൻ്റ് എന്ന് ആ കൊച്ചിന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ച് ആ കൊച്ചിനെ നമ്മളിങ്ങനെ ഒരു അനുസരണം പഠിപ്പിക്കുന്നതിനേക്കാളും അതൊരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങളാരും പേരൻസ് അല്ല, നിങ്ങളൊക്കെ പേരൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാരൻറ്റിങ് ഈസ് നോട്ട് ബീയിങ്, ഇറ്റ് ഈസ് ബിക്കമിങ്. ഓരോ ദിവസവും നിങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന വാക്കാണ് പാരൻറ്റിങ്. ഞാനൊരു പുരോഹിതനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നെ കാണപ്പെടുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പുരോഹിതനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഭൗതിക ശരീരം ഈ കുഴിമാടത്തോടടുക്കുമ്പം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായിരിക്കാം, ഓ ഷി വാസ് എ ഗുഡ് മോം, ഷി വാസ് എ ഗുഡ് ഡാഡ്, ഹി വാസ് എ ഗുഡ് ഡാഡ് എന്നുള്ളത് ആ ഒരു അംഗീകാരമായിരിക്കാം. സോ ഇറ്റ് ഈസ് എ ബിക്കമിങ് പ്രോസസ്സ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാരൻറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പം ഒരു ഫോർമുല പഠിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ ഫോർമുല പഠിക്കാറുണ്ടല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളൊരു ഫോർമുല പഠിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന മാത്തമാറ്റിക്സിലെ ഒരു ഫോർമുല പറഞ്ഞേ. അത് എവിടെ ചോദിച്ചാലും ആ ഒരു ഫോർമുല എല്ലാവർക്കും തന്നിട്ട് എന്നാൽ നമുക്ക് ഒരുമിച്ച് പറയാം. a+b² = a² + 2ab+ എന്ന് പറയുന്നത് പോലെ പാരൻറ്റിങ്ങിനെ പറ്റി ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. ഈ ഒരു ഫോർമുല കൃത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ് സക്സസ്ഫുൾ ആയിട്ട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് പോകുന്നു എന്ന് ഓർത്തിരിക്കാം. ആ ഒരു ഫോർമുലയാണ് പ്രസൻസ് പ്ലസ് ആബ്സെൻസ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ. പ്രസൻസ് പ്ലസ് ആബ്സെൻസ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കേണ്ട കുറേ സമയമുണ്ട്, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ ആബ്സെൻ്റ് ആകേണ്ട കുറേ സമയമുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെ പോകുന്നു അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ കുട്ടികൾ ട്രാൻസ്ഫോംഡ് ആയ കുട്ടികളായിട്ട് മാറുന്നത്. ചിലർ ചിന്തിക്കുന്നത് ഫുൾ ടൈം കുട്ടികളുടെ കൂട്ടത്തിലിരുന്നാൽ അവരിങ്ങനെ ട്രാൻസ്ഫോംഡ് ആവും, അവർ നല്ല കുട്ടികളാവും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മൾ കുട്ടിയുടെ കൂടെ ആയിരിക്കേണ്ട കുറേ സമയമുണ്ട്. പക്ഷേ ഈ കൊച്ചിനെ അവൻ്റെ ബൗണ്ടറിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട സമയമുണ്ട്. ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ മോളിക്കൂടെ ഇങ്ങനെ ചുറ്റുന്ന പോലെ ഈ മക്കളുടെ പുറകെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. അത് ഇന്ത്യൻ പേരൻസിനെ പറ്റി തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഹെലികോപ്റ്റർ പാരൻറ്റിങ്. നമ്മൾ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ പുറകെ നടന്ന് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് പാരൻറ്റിങ് നമ്മുടെയൊക്കെ പലരുടെയും ഭാഗത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ പ്രസൻസിൻ്റെ തലമുണ്ട്. ഈശോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാനിപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, പ്രസൻസ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെന്നെ കാണത്തില്ല, ആബ്സെൻസ്. പിന്നീടാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പെന്തക്കോസ്ത വന്ന് അവർ ട്രാൻസ്ഫോംഡ് അപ്പോസ്റ്റൽസ് ആകുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ഡിസൈപ്പിൾസ് ആകുന്നത്. പഴയ നിയമം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ടൈമുണ്ട്. ഗോഡ് ഈസ് ഓൾവേസ് പ്രസൻറ്റ്. ചില സമയങ്ങളിൽ ദൈവം പ്രസൻ്റ് ആണ്. ഇപ്പം അഗ്നിസ്തംഭം, മേഘത്തൂണൊക്കെ ആയിട്ട് ദൈവം അവരുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ. പക്ഷെ എത്രയോ സമയങ്ങളിൽ ദൈവം ഇല്ല. വിപ്രവാസങ്ങളിൽ ദൈവം ഉണ്ടോ? എക്സൈൽസിനകത്ത് ദൈവം ഉണ്ടോ? അവരുടെ അടിമത്തങ്ങളിൽ ദൈവം ഇല്ലാത്തതുപോലെ അവർക്ക് തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ. പക്ഷേ ഈ ഇസ്രായേൽ ജനത എത്രയോ വലിയൊരു ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നതിൻ്റെ പിറകിൽ ഈ ഒരു പ്രസൻസ് ആബ്സെൻസ് ഫോർമുല ഒരുപാട് കളിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇച്ചിരി തിയറിറ്റിക്കലാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഒരു ബാലൻസ് എത്രമാത്രം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും പുറകെ നടന്ന് അവരുടെ പുറകെ പോകാറുണ്ടോ എന്ന് ചിന്തിക്കണം. ചില കുട്ടികൾ അവരുടേതായി ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പം നമ്മൾ ആ ബൗണ്ടറിയിലോട്ട് ഒരുപാട് എൻക്രോച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിച്ചില്ലേ വരാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻമഷ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്നാ, സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി ഒരു ഫോം ചെയ്യാത്ത കുട്ടികളാണ് ഈ എൻമഷ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് ബൗണ്ടറി കുറവാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് എല്ലാ കാര്യത്തിലും ഇവർ പുറകെ നടക്കുവാണ്. ചെറുപ്പം തൊട്ടേ ഒന്ന് പേരൻസിനെ കൂട്ടത്തിൽ അവർ കിടക്കത്തുള്ളൂ. അത് 10 വയസ്സായാലും പേരൻസിനൂടെ അവർ താമസിക്കത്തുള്ളൂ. അവരെടുക്കേണ്ട കോഴ്സ് എന്നാന്ന് പേരൻസ് പറയും. അവരുടെ ഫാമിലി വരുന്ന പ്രശ്നങ്ങളിലേക്കെല്ലാം ഈ കൊച്ച്, ഇപ്പം ഫാദർ വളരെ ആൽക്കഹോളിക്കാന്ന് വിചാരിക്കും. ഫാദർ വളരെ ആൽക്കഹോളിക്കാകുമ്പം ഈ ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാദറിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ കൊച്ചിന് ഒരുപാട് അവൻ്റെ തന്നെ ഇമോഷനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, എല്ലാ തലങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു എൻമഷ്ഡ് ചിൽഡ്രൻ ആകാനുള്ള ഒരു സാധ്യത, എൻമഷ്മെൻറ്റ് ആ ഒരു ഫാമിലിയിൽ നടക്കുന്നതിനുള്ള സാധ്യത ഉണ്ട്. ആ കൊച്ചിനെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് നിർത്തിക്കോട്ടെ. അതുപോലെ തന്നെ മറ്റൊരു തലമാണ് ഡിസോർഗനൈസ്ഡ് ചിൽഡ്രൻ. ഡിസോർഗനൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് എക്സ്ട്രീം ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറി കാരണം എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ യാതൊരു രീതിയിലുള്ള ഇമോഷണൽ തലങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യത്തില്ല. കൊച്ചിൻ്റെ യാതൊരു രീതിയിലുള്ള ഇമോഷണൽ നീഡിനെ അഡ്രസ്സ് ചെയ്യാത്തതിനെ തുടർന്ന് കൊച്ചെന്ന് പറഞ്ഞൊരു ഡിസോർഗനൈസ്ഡ് കൈൻഡ് ഓഫ് ചൈൽഡായിട്ട് മാറുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസൻസ് പല രീതിയിൽ കൂടുതലുള്ള ഒരു കുട്ടിയാണ്. പ്രസൻസ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബൗണ്ടറി അവിടെ ഇല്ലാതാകുന്നു. ബൗണ്ടറി ഇല്ലാതാകുന്നതിൻ്റെ ഫലമായിട്ട് ആ കൊച്ചിൻ്റെ ഒരു വൈകാരിക തലങ്ങളൊന്നും ഇവിടെ അഡ്രസ്സ് ചെയ്യത്തില്ല. രണ്ടാമത്തേത് ഡിസോർഗനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൊച്ചിന് ടൂ മച്ച് ബൗണ്ടറിയാണ്. ഈ പേരൻസും കുട്ടികളും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ഫാമിലികളുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് വിചാരിച്ച് അത് പ്രസൻസ് ആകുന്നില്ല. യു മേ ബി ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് യുവർ ചിൽഡ്രൻ, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ഇമോഷണലി പ്രസൻറ്റ്. ഈ വൈകാരികമായിട്ടുള്ള സാന്നിധ്യവും ഭൗതികമായിട്ടുള്ള സാന്നിധ്യവും രണ്ടും രണ്ടാണ്. പല പേരൻസും ചിന്തിക്കുന്നത് ഓക്കെ നമ്മളെപ്പോഴും കൂടെ ഉണ്ടല്ലോ ചിന്തിക്കുന്നു. ഇപ്പം അപ്പൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, കൊച്ചവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, കൊച്ചിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അപ്പം പോയിട്ട് കമ്പ്യൂട്ടറിൽ തുറന്ന് അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അപ്പൻ്റേതായ ലോകത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈസ് പ്രസൻറ്റ് ഫിസിക്കലി, ഇമോഷണലി കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്. അമ്മ നേഴ്സാണ്, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, കൊച്ചിനോട് ഒരു വാക്കും പറയുന്നില്ല. ചിലപ്പം കൊച്ചിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ സമയത്ത് നമ്മളിതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. ആ കൊച്ച് ഡിസോർഗനൈസ്ഡ് ചൈൽഡായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കണ്ടമാനം സെറ്റ് ചെയ്ത് മനുഷ്യനോട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ പറ്റാത്ത ഒരു കുട്ടിയായിട്ട് ആ കുട്ടിയൊക്കെ രൂപാന്തരപ്പെടുന്നു എന്ന് ഓർത്തിരിക്കാം. നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ട്, ഒരു കപ്പ് അവിടെ തട്ടി മറിഞ്ഞ് കിടക്കുകയാണ്. ഒരു ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ടൊരു കപ്പ് ഇങ്ങനെ തട്ടി മറിഞ്ഞ് കിടക്കുന്നു. അത് നമ്മുടെ കൊച്ചിങ്ങനെ, ഞാനിപ്പം നമ്മുടെ ഒരു പേരൻ്റ് ഇങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കുട്ടി അതിലൂടെ വന്നു. അപ്പം അവൻ്റെ കൈ ഇങ്ങ് തട്ടി. നിങ്ങളാണ് എന്നാ പറയും? ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ട് കപ്പ് അങ്ങ് പൊട്ടിയെന്നുകൊണ്ട് വിചാരിച്ചു. ലാപ്ടോപ്പിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കപ്പ് ഇങ്ങനെ തട്ടി വീണു. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? കമോൺ. എന്തോ നശിപ്പിച്ചു പറഞ്ഞു? കണ്ണ് കാണാൻ മേലെ, കണ്ണ് കാണാൻ മേലെ. പിന്നെന്തൊക്കെയാ? അപ്പം സ്ഥിരം ഇവരിങ്ങനെ തട്ടിമറിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇത് ശ്രദ്ധയോടെ ചെയ്യണമെന്ന്. ഓക്കെ, പിന്നെ പ്രവൃത്തികളോട്ട് എന്തൊക്കെ പോകാം? പ്രവൃത്തികൾ, അടി. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച മെസ്സേജ് എന്താ മെസ്സേജ്? ഇത് ചെയ്യാൻ പാടില്ല മോനെ, നീ പോകുമ്പോൾ നീ ശ്രദ്ധിക്കണം. ഇച്ചിരി കൂടെ കൈൻഡായിട്ടുള്ള പേരൻസ് ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഉദാഹരണം അത് പൊട്ടിപ്പോയെങ്കിൽ മോനെ നിന്റെ കൈക്ക് വല്ലതും പറ്റിയോ, അങ്ങനെ വെച്ചു അത്രയൊക്കെ ചോദിക്കുന്ന പേരൻസ് സാക്രമെൻറ്റോയിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പല രീതിയിൽ ചോദിക്കും. കാരണം ഇത് നല്ല ചൂട് കാപ്പിയാണെങ്കിൽ ഒരുപക്ഷെ കൊച്ചിൻ്റെ കാലിലോട്ട് വീണ് കാല് പൊള്ളിയോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അലാസ്കയിലുള്ള ചില ആൾക്കാർ ആ ഒരു തലം വരെ ചോദിക്കുന്നവരുണ്ട്. പുതിയ ലാപ്ടോപ്പ് മേടിക്കാൻ സമയം നമ്മൾ നടത്തുന്ന ആത്മശോധനയാണ്. നമ്മൾ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച മെസ്സേജ്, മോനേടാ നീ ശ്രദ്ധിക്കണം കേട്ടോ, നീ പെട്ടെന്ന് ഇങ്ങനെ ഓടുമ്പം അച്ഛൻ്റെ ലാപ്ടോപ്പ് പോയില്ലേ, നീ ശ്രദ്ധിക്കണം. കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച മോനെ, നീ ചെയ്ത് തെറ്റിപ്പോയി, പക്ഷേ നീ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പക്ഷേ ഒരു 6, 7, 8, 9, 10 ഒക്കെ വയസ്സുള്ളൊരു കൊച്ചിന് കിട്ടുന്ന മെസ്സേജ് മാറിപ്പോയി. നമ്മൾ അവനോട് പറഞ്ഞത് വാട്ട് യു ഡിഡ് ഈസ് റോങ്. പക്ഷെ കൊച്ചിന് കിട്ടിയ മെസ്സേജ് എന്നാ? ഐ ആം റോങ്. കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ തെറ്റ് എന്ന ഒരു അനാലിസിസ് നടത്താൻ കൊച്ചിന് സാധിച്ചെന്ന് വരത്തില്ല. അവൻ നടത്തുന്ന ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഞാൻ തെറ്റാണ് എന്ന. ഇതുപോലെ തന്നെയാണ് അവർ എന്തെങ്കിലും ഒരു പെർഫോമൻസ് നടത്തി കഴിയുമ്പോൾ, എടാ നീ എന്ത് മണ്ടത്തരം കാണിച്ചും ചോദിക്കുമ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന, നീ അത് ചെയ്തത് ഒരു പക്ഷേ നീ അതിനകത്ത് ഇച്ചിരിയുടെ പരാജയപ്പെട്ടു, അടുത്ത പ്രാവശ്യം നീ ശ്രദ്ധിക്കണം. അതാണ് എങ്കിലും കൊച്ചിന് കിട്ടുന്ന മെസ്സേജ് ഐ ആം എ ഫെയിലിയർ എന്ന. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഒരുപാട് മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില സ്റ്റേജ് ഫിയർ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പുറകോട്ടുള്ള ചില റൂട്ട്സ് ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കണം. നമുക്ക് കിട്ടിയ പ്രീസെപ്ഷൻ, ഞാനിപ്പോൾ ഉദാഹരണം, കുർബാനയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ബൈബിൾ വായിക്കേണ്ട വ്യക്തി വന്നിട്ടില്ല. വ്യക്തി വരാത്തപ്പം ഞാൻ ഒരാളോട് പറയുകയാണ്, അജയജി പെട്ടെന്ന് നമ്മുടെ ആ പഴയ നിയമം ഒന്ന് വായിച്ചേക്ക്. അയ്യോ അച്ഛാ പറ്റത്തില്ല.
അല്ല ഇതെന്നാ പറ്റി, അല്ല ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അച്ഛോ പറ്റത്തില്ല, നന്നായിട്ട് വായിക്കാൻ സാധ്യതയുള്ള കപ്പാസിറ്റി ഉള്ള ആളാ, അതിനെ പറ്റി ആ ഒരു ടെൻഷൻ വന്ന എന്തുവാ? നമുക്കൊരു എവിടുന്ന് ഈ പേടി വരുന്നേ? അല്ലെങ്കിൽ ഒരു ബൈബിൾ വായനയൊക്കെ കഴിഞ്ഞു, ബൈബിൾ വായന ഇച്ചിരി തെറ്റിയൊക്കെ പോയി. അപ്പോൾ അത് കഴിയുമ്പോൾ വികാരിച്ചും പറയാണ്, ഒരാളുടെ പേര് പറഞ്ഞേ, ആരാ? ആർക്കും അനീഷ്. അനീഷേ എടാ നീ വായിച്ചതിനകത്ത് ഇച്ചിരി മാറിപ്പോയല്ലോ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനങ്ങനെ മനസ്സിലാക്കണം, ഓക്കെ അച്ഛാ സോറി, ഞാൻ അടുത്ത പ്രാവശ്യം ഇച്ചിരിയും കൂടെ ഞാൻ ശ്രദ്ധയോടെ വായിച്ചോളാം. പക്ഷേ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ടൊരു ഷെയിം ക്രിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഈ പള്ളി വരാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ വികാരിച്ചിട്ട് എന്നെ ഫേസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട്. ഇവിടെ ഒരു വായന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ജനങ്ങളെല്ലാം എന്നെ നോക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ദൈവമേ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുമോ എന്നുള്ള പേടി. ആ ഒരു പേടി എന്ന് പറയുന്നത് ഒരു സാധാരണ പേടിയല്ല. ആ ഒരു ഭയത്തിൻ്റെ പിറകിലുള്ളത് ഷെയിമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഷെയിം എന്നത്? 5 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞ ആ കൊച്ചിന് ആ ഷെയിം ഉണ്ടായ നമുക്ക് മനസ്സിലാക്കാം. ഈ കപ്പിൻ്റെ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതാ. നമ്മുടെ ഒരു 30കൾ നിൽക്കുമ്പോഴും 40കൾ നിൽക്കുമ്പോഴും നമുക്ക് ഇതേ പാറ്റേൺ തന്നെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്കെന്തുകൊണ്ട് ഇത്രയും ഷെയിം വരുന്നു? അത് പല രീതിയിൽ നമ്മുടെ ചെറുപ്പത്തെപ്പറ്റി, നമ്മുടെ ചൈൽഡ്ഹുഡിനെ പറ്റി ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഭയങ്കര ഷെയിം കാത്തു സൂക്ഷിക്കുന്നവർ. നമ്മളതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇച്ചിരി കഴിയുമ്പോൾ ഒരുപക്ഷെ ഇച്ചിരി വിശദമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഐ ആം റോങ് വേഴ്സസ് ഐ ഡിഡ് സംതിങ് റോങ്. ഐ ആം എ ഫെയിലിയർ വേഴ്സസ് ഐ ഫെയിൽഡ് ഇൻ സംതിങ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ചെറുപ്പത്തിലുണ്ടാകുന്ന മറ്റൊരു കാര്യം വിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി ഒരു മനുഷ്യൻ്റെ മനസ്സിന് വരുന്ന വിൽ പവർ, ഇച്ഛാശക്തി നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇച്ഛാശക്തിയെ പറ്റി ചിന്തിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഒരു കൊച്ചിൻ്റെ ഇച്ഛാശക്തി ഡെവലപ്പ് ചെയ്യുന്നത് അവൻ്റെ ചെറുപ്പങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് ആ ഒരു സമയത്ത് ഈ പേരൻ്റൽ റിലേഷൻഷിപ്പിൽ നടക്കുന്ന പല കാര്യങ്ങളും കൊച്ചിൻ്റെ ഇച്ഛാശക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആകുന്നില്ല. ഉദാഹരണം, നമ്മൾ ഇപ്പം ഫ്രോയിഡ് പറയുന്നതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് 2ാമത്തെ ഘട്ടത്തിൽ നടക്കുന്ന ഫ്രോയിഡിൻ്റെ. നമ്മുടെ രാവിലെ പള്ളിയിലോട്ട് വരുമ്പോഴാണ് കൊച്ചിവിടെ പതുക്കെ ആദ്യം ഏതാണ് പാൻസാണോ അതോ ഏതാണ് ആദ്യം വലിച്ചു കയറ്റേണ്ടതെന്ന് അറിയത്തില്ലാതെ കൊച്ചിങ്ങനെ കഷ്ടപ്പെടുമ്പം നമ്മൾ പെട്ടെന്ന് പേരൻസ് പള്ളിയിലോട്ട് പോകാൻ താമസിക്കും. നമ്മൾ പെട്ടെന്ന് കൊച്ചിനെ സഹായിക്കും. നമ്മൾ സഹായിക്കുന്നതിന് പറയും നല്ല ഉദ്ദേശമുണ്ട്. ഈ കൊച്ചിനെ സഹായിക്കുന്നതിനാ ഒന്ന് പള്ളി കൃത്യസമയത്ത് എത്തണം, കൊച്ചിനോടുള്ള സ്നേഹം, അവനെ നമ്മൾ സഹായിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. പക്ഷേ കൊച്ചിൻ്റെ ഓട്ടോണമി നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ആ ഒരു സമയത്ത് പോലും കൊച്ചിൻ്റെ ഓട്ടോണമിയെ ബാധിക്കുന്നുണ്ട്. കൊച്ചിൻ്റെ ഓട്ടോണമിയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്ന അടുത്തത് വിൽ പവറാണ്. പക്ഷേ ഇതൊരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അവൻ്റെ ടീനേജ് ഒക്കെ കഴിഞ്ഞ് ഒരു യങ് അഡൽട്ടൊക്കെ ആകുമ്പം നമ്മൾ പറയുമോ അച്ഛാ ഇവന് ഒരു മോട്ടിവേഷനും ഇല്ല, ഒന്നുമില്ല, ജീവിതത്തെപ്പറ്റി യാതൊരു പർപ്പസും ഇല്ല, ചുമ്മാ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ചിന്തയില്ല. അച്ഛനൊന്ന് തലയ്ക്കൊന്ന് കൈ പിടിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ തലയ്ക്ക് കൈപിടിച്ച് മാറുന്ന ഒരു ഇഷ്യൂ അല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാഡിക്കലായിട്ടുള്ള ചില ഇഷ്യൂസിലോട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്കെങ്ങനെ ഈ ഒരു കുഞ്ഞിൻ്റെ ചൈൽഡ്ഹുഡിലോട്ട് പോയി അവനെ അവിടെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എളുപ്പമല്ല. അങ്ങനെയാണ് ഈ വിൽ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ഓർത്തിരിക്കാം. അപ്പം നമ്മൾ ഇതുവരെ ചുമ്മാ ചെറിയ ഇൻട്രഡക്ഷൻ ആയിരുന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് സാക്രമെൻറ്റോയിലെ ഇടവക ജനങ്ങളും. ഇന്റലിജന്തി പൗക്ക എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ലത്തീന. ഇനി ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കായത് ഇന്റലിജന്തി പൗക്ക. ഇന്റലിജന്തി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാ? ഇന്റലിജന്റ്. പൗക്ക ബോധം. കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു. ഇന്റലിജന്തി പൗക്ക ചുമ്മാ പറഞ്ഞു നോക്കൂ. ഇന്റലിജന്തി ടു ദ ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റീവ് ഫോമാണ്. ബുദ്ധിയുള്ളവരോട്. ഇന്റലിജന്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരോട്. പൗക്ക എല്ലിഡിൽ എഫ്യു കുറച്ച് പറഞ്ഞാൽ മതി. ബുദ്ധിയുള്ളവരോട് കുറച്ച് പറഞ്ഞാൽ മതി. ബുദ്ധി ഇല്ലാത്തവരോട് എന്തെങ്കിലും പറയുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇന്റലിജന്തി പൗക്കയായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഇത്. അതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകും. ഇത്തിരി കട്ടി കൂടിയ കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം എന്താ? ഇന്റലിജന്തി പൗക്ക. നിങ്ങൾ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ വളർന്നിട്ടുണ്ടോ? നമുക്കതിനെ അറിയാൻ പറ്റുന്നേ. നമ്മൾ ശരിക്കും നമ്മുടെ വളർച്ച കൃത്യമായിട്ടാണ് പോയത്? നമ്മുടെ കുട്ടികളുടെ വളർച്ച കൃത്യമായിട്ടാണ് പോയത്? നമുക്കതിനെ അറിയാൻ പറ്റും. അതിനെപ്പറ്റി ഒരു ഇറ്റാലിയൻ സൈക്കോ അനലിസ്റ്റാണ് ആ പടം കൊടുത്തിരിക്കുന്നത്. അതൊരു വൈദികനാണ്.
അദ്ദേഹം ഫാദർ ഫ്രാങ്കോ ഈമോദ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ക്ലിനിക്കൽ സൈക്കോളജിയിലും അദ്ദേഹത്തിന് PhD ഉണ്ട്, ഫിലോസഫിയിൽ PhD ഉണ്ട്, തിയോളജിയിൽ PhD ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 4 PhD ഒക്കെ ഉള്ള വളരെ വളരെ വൈദഗ്ധ്യം ഈ ഒരു ഫീൽഡിലുള്ള വ്യക്തിയാണ് ഈ ഫ്രാങ്കോ ഈമോദ. അപ്പോൾ ഒത്തിരി താത്വികമായിട്ട് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഫ്രാങ്കോ ഈമോദ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ലൈഫിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ മക്കളെ പറ്റി ചിന്തിക്കുക, വേറെ ആരെയും പറ്റി ഇതിനകത്ത് ചിന്തിക്കാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂ നമ്മുടെ ആ അയൽപക്കത്തെ ഉണ്ടല്ലോ, വേണ്ട. നമ്മളെപ്പറ്റി മാത്രം ഈ ഒരു സമയത്ത് ചിന്തിക്കുക. നമ്മൾ വളർന്നോ ഇല്ലയോ എന്നതിൻ്റെ ആദ്യത്തെ തെളിവ് ഈ ഒരു പാരാമീറ്റർ, ഈ ഒരു അളവുകോലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ അളവുകോൽ എന്ന് പറയുന്നത് ടെമ്പൊറാലിറ്റി. എന്തുകൊണ്ട് ബന്ധപ്പെട്ട വാക്കാ ടെമ്പൊറാലിറ്റി? സമയത്തിന് സാധാരണ എത്ര മാനങ്ങളുണ്ട്? പാസ്റ്റ് ഉണ്ട്, പ്രസൻ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങൾ വളർന്നിട്ടുണ്ടോ എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയോ? അക്സെപ്റ്റൻസ് ഓഫ് ദ പാസ്റ്റ്. ഉദാഹരണം, നിങ്ങൾ ചെറുപ്പത്തിൽ വളരെയധികം അബ്യൂസിലൂടെ കടന്നുപോയി. ഫിസിക്കൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, ഈവൻ സെക്ഷൽ അബ്യൂസിലൂടെ കടന്നുപോയി. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പാസ്റ്റ് എങ്ങനെയാണ് നിങ്ങളോട് റിലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇന്നും പെയിൻഫുള്ളാണ്. ആ വ്യക്തികളോടെല്ലാം നിങ്ങൾക്ക് ഇന്നും ദേഷ്യമാണ്. നിങ്ങൾ ദേവാലയത്തിൽ വന്ന് കണ്ണടയ്ക്കുമ്പോഴേ ആദ്യം വരുന്നത് അവരുടെ ചിത്രങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ക്രൂരതകൾ നൽകിയിട്ടുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ ആദ്യം തെളിഞ്ഞു വരുന്നു. എന്തോരം ധ്യാനങ്ങൾ കൂടിയിട്ടും എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഈ ഒരു മുഖങ്ങൾ മാറുന്നില്ല. അവരോടുള്ള ദേഷ്യം ഒന്നിനു പുറകെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതല്ല, ഇത്തിരി പോലും കുറയുന്നില്ല. തിങ് ഈസ് ക്ലിയർ, വി ആർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ദ പാസ്റ്റ്. പാസ്റ്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ അടുത്ത മാനദണ്ഡമാണ് ഫ്യൂച്ചറിലോട്ടാണ് റെസ്പോൺസിബിലിറ്റി. സോ ഐ ആം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി നോട്ട് ഓഫ് ദ പാസ്റ്റ് ബട്ട് ഓഫ് ദ ഫ്യൂച്ചർ. ഈ കുംഭസാരത്തിൽ നടക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു, ദൈവം നമ്മളോട് പറയുന്നത് മറന്നേക്കാൻ എന്ന് പറഞ്ഞാൽ ഐ ആം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ സിൻ, ഓഫ് യുവർ പാസ്റ്റ്. നിൻ്റെ ജീവിതത്തിൽ കടന്നു പോയ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. സോ യു ക്യാൻ ഫോർഗെറ്റ് ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയിലോട്ടാണ് റെസ്പോൺസിബിലിറ്റി. ഇന്നലകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു എങ്കിൽ മാത്രമേ യു ക്യാൻ റെസ്പോണ്ട് ടു ദ കോൾ ഓഫ് ദ പ്രസൻറ്റ്. ഈ നിങ്ങളുടെ വിളി എന്ന് പറയുന്നത്, എൻ്റെ വിളി എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഈ ഒരു മൊമെൻറ്റിലേക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുവാണെങ്കിൽ അതാണ് ഹാപ്പിനെസ്. ജോയ് ഈസ് ദ എബിലിറ്റി ടു ഗെറ്റ് ലോസ്റ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഈ ഒറ്റ മൊമെൻറ്റിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പറ്റുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന വാക്കാണ് ശരിക്കും ആത്മീയ സന്തോഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പാസ്റ്റിൽ സ്റ്റക്കാണെങ്കിൽ നോക്കൂ, ഏത് ഡിപ്രഷനുള്ള വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഈ പാരാമീറ്ററിൻ്റെ പ്രശ്നം കാണാം. വാട്ട് ഈസ് ഡിപ്രഷൻ? യു ഗെറ്റ് ലോസ്റ്റ്, യു ഗോട്ട് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്. നിങ്ങൾക്ക് പാസ്റ്റിനെ വിട്ടിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം പാസ്റ്റ് അത്രമേൽ പെയിൻഫുള്ളാണ്. എന്താണ് മാനിയ എന്ന് പറഞ്ഞാൽ? യു ഹാവ് നൈദർ പാസ്റ്റ് നോർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് പ്രസൻറ്റ് മാത്രമായാലും പ്രശ്നമാണ്. പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് ഫ്യൂച്ചറിലോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഒരു ക്രമമായിട്ടുള്ള ഒരു തലത്തിലേക്ക് വരികയുള്ളൂ. അതൊരു ചുമ്മാ ചിന്തിക്കുന്നതല്ലാണ്. നിങ്ങൾ പിന്നീട് ഈ സ്ലൈഡ് നമ്മുടെ ഇതിനകത്തൊക്കെ ഇടുന്നതുകൊണ്ട് നിങ്ങൾ പിന്നീടാണെങ്കിലും ഈ ടെമ്പറാലിറ്റി, ദൈവമേ എത്രമാത്രം എനിക്ക് പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സംസാരിക്കുക ഇതിനെപ്പറ്റി അറിയോ? ഹ്യൂമൻ നേച്ചർ. നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറിന് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ജീസസ്, ഇറ്റ് ഹാപ്പൻ 30 years back in my life, but why am I not able to forget or even forgive? ആ വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ സ്റ്റക്ക്. നമ്മളല്ലാതെ വെറുതെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ഊൺസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും പേരൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വെറുതെ വൂൺസ് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പാറ്റേൺ. അടുത്ത ഒരു മാനദണ്ഡം പറയുന്നത് ആൾട്ടേരിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അതർനെസ്. അതർനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പം നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു വ്യക്തി അതർ, ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്താണെന്നുള്ള ചോദ്യം. ആ ഒരു വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഭാര്യയും ഭർത്താവും ചിന്തിക്കേണ്ട എന്നാ, എൻ്റെ ഭാര്യ എന്നെ പോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഒരിത്തിരിയെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഭർത്താവ് ചിന്തിക്കുകയാണ്, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരാളായിട്ട് ഭാര്യനെ കരുതുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ അതർനെസ് ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് ഈ അതർ എന്ന് പറയുന്നതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
അതർ ബിക്കംസ് ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ബീയിങ്. നിങ്ങളുടെ തന്നെ വെറും എക്സ്റ്റൻഷനാണ്. നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വെറും എക്സ്റ്റൻഷനായിട്ട് മാറുക. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തീരുമാനങ്ങൾ കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റി നിങ്ങൾ കൊടുക്കത്തില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഉദാഹരണം, നാർസിസ്റ്റിക് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഈ അതർ എന്ന് പറയുന്ന സംഭവം ഇല്ല. അതർ എന്ന് പറയുന്നതെല്ലാം ജസ്റ്റ് മൈ എക്സ്റ്റൻഷൻ. അതുകൊണ്ട് അവർക്ക് അംഗീകാരം കിട്ടാത്ത ഏത് തലത്തിലും അവർക്ക് പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. നമ്മുടെ പല വീടുകളും ഒരുപക്ഷെ നാർസിസ്റ്റിക് ആയിട്ടുള്ള അപ്പന്മാരുള്ള ഒരുപാട് വീടുണ്ടെങ്കിലും അത് കുഴപ്പമില്ലാതെ പോകുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് മറ്റുള്ളവർ അത് ബെയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അത് നമ്മളൊന്ന് ചിന്തിച്ചിരുന്നേക്കണം. ഇനി തിരിച്ചെൻ്റെ ഓപ്പോസിറ്റ് വരാം. നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടില്ല, മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമാണ് നമ്മുടെ വ്യക്തിത്വം. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി സ്റ്റൈലുകൾ വരുന്ന ഒത്തിരി പേരുണ്ട്. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തീരുമാനങ്ങളല്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കത്തില്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പേടിയാണ്. അതെന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ റൂട്ട് നമ്മുടെ ചെറുപ്പത്തിൽ കിടപ്പുണ്ട്. ശരിക്കും അതർനെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള, അവരെ ഓട്ടോണമസ് ആയിട്ട് വളർത്തുക എന്നുള്ളതാണ്, അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തുക എന്നുള്ള. നമ്മുടെ മക്കളെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തുമ്പോഴാണ് യു ബിക്കം റിയലി എ പേഴ്സൺ. അവിടെയാണ് നമുക്ക് ഒരു മനുഷ്യനാകാൻ പറ്റുന്നത്. ഈ അതർനെസ് എന്ന് പറയുന്നത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചോണം. നമ്മുടെ ഭാര്യയോടുള്ള നമ്മുടെ സമീപനത്തെപ്പറ്റി വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മുടെയൊക്കെ ഈ നമ്മുടെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പേടി വരുന്നതിൻ്റെ പിറകിലുള്ള വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് ഈ ഭർത്താവ് എങ്ങനെ ഭാര്യയോട് പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ച. അപ്പൻ വളരെ ഡോമിനേറ്റ് ചെയ്ത് ഭാര്യയോട് മിണ്ടുന്നതും സംസാരിക്കുന്നതും, ഭാര്യയാണെങ്കിൽ അയ്യോ എല്ലാം അദ്ദേഹം പറയുന്ന പോലെ എന്നും ചിന്തിക്കുന്ന ഒരു ഭാര്യയും കൂടെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും നന്നായിട്ട് ശാന്തമായിട്ട് പോകുന്ന കുടുംബം. പ്രത്യക്ഷ വളരെ ശാന്തമാണ്. അവർ ദേവാലയത്തിൽ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം ഒരാൾ വെറുതെ അങ്ങ് സഹിക്കുന്നു, വേറെ ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നു. അവർ പറയുമ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു ചിന്തിക്കും. പക്ഷെ നമ്മുടെ മക്കൾ ഇതിനകത്ത് വിലയിടുന്നുണ്ട്. അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുടുംബ സങ്കല്പമെങ്കിൽ, ഇതാണ് കുടുംബമെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് സച്ച് എ ഫാമിലി. അതുകൊണ്ട് നമുക്ക് പേടിയാവുക. നമ്മുടെ കുട്ടികൾ ശരിക്കും നന്നായിട്ട് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊക്കെയുള്ള കുട്ടികളാണ്, പക്ഷെ പേടിക്കുകയാണ്. ജീവിതത്തിൽ ആ ഒരു എന്നാ പറയുന്ന ആ ഒരു ന്യൂനെസ് അവർ ഭയക്കുകയാണ്. കാരണം മാരേജിനകത്ത് ഒരു ന്യൂനെസ് ഉണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഒരു മിസ്റ്ററി ഫാക്ടറുണ്ട്. അതിനെ അവർ പേടിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? ഈ ഒരു ഡയമെൻഷനിലൂടെ മാത്രമേ അവർക്ക് അതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേജസ് എന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡയമെൻഷനുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എ മൾട്ടി ഫാസറ്റഡ് റിയാലിറ്റി, മൾട്ടി ഡയമെൻഷണൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി വളരുമ്പം അവന് ഭൗതികമായിട്ടുള്ള അറിവ് വേണ്ടേ? ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യും? നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു കൊച്ച് വളരുമ്പം അവന് സോഷ്യലായിട്ടുള്ള ഡയമെൻഷൻസ് വേണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുട്ടികൾ കളിക്കാൻ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരു കുട്ടിക്ക് ആത്മീയമായിട്ടുള്ള കാര്യം വേണ്ടേ? വീണ്ടും സ്പിരിച്വൽ, മോറൽ ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് വേറെ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഒരു കൊച്ചിൻ്റെ വൈകാരികമായിട്ടൊരു കൊച്ചെങ്ങനെ വളരുന്നു, വൈകാരികമായിട്ടുള്ള നീഡ്സ് എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നു, അത് സംഭവിക്കുന്നത് ഈ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. കൊച്ച് സ്കൂളിൽ നിന്ന് വരുമ്പം കൊച്ചിനോട് ചോദിക്കണം, മോനെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നടാ എന്ന് ചോദിക്കുന്നു. അപ്പനോട് അത്രയും സ്നേഹം കാണിക്കാൻ പറ്റുന്ന ഒരു കൊച്ച്, അമ്മയോട് അത്രയും സ്നേഹം കാണിക്കാൻ പറ്റുന്ന ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ വളർച്ച ഭയങ്കര വ്യത്യാസമായിരിക്കും. എന്നാൽ നമ്മുടെ കൊച്ച് ഈ വീട്ടിലോട്ട് കയറുമ്പോൾ ആ കൊച്ചിനൊരു പേടി വരുന്നുണ്ട്. നിങ്ങളുടെ മക്കളോടൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ വാട്ട് യു ഫീൽ? ശരിക്കും പേടിയുള്ള കുട്ടികളുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് കയറുമ്പം ഈ നെഞ്ചിടിപ്പ് കൂടുന്ന കുട്ടികൾ നമ്മുടെ ഇടവകയിലുണ്ടെന്ന് പറയുമ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടത്. കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്? ചിലർ വളരെ സ്ട്രിക്റ്റായിട്ട് റിലീജിയസ് അപ്ബ്രിങ്ങിങ് നടത്തുന്നവരുണ്ട്. നല്ല കാര്യമാണ്. വൈകാരിക തലത്തെ അഡ്രസ്സ് ചെയ്യാതെയാണ് നിങ്ങളുടെ മതപരമായിട്ടൊരു കൊച്ചിനെ വളർത്താൻ പോകുന്നതെങ്കിൽ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ എന്ന് പറഞ്ഞാൽ അത്രമേൽ അഗ്രഷൻ ക്രിയേറ്റ് ചെയ്യും. അവൻ എപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ അവസരം കിട്ടിയോ അവൻ പേരൻസിനോടൊപ്പം തന്നെ അവൻ മതത്തെ നിരാകരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരൻസിലൂടെയാണ് ഈ ഫെയ്ത്ത് അവന് കിട്ടിയത്. അതുകൊണ്ട് അവൻ അതിനെ തന്നെ നിരാകരിക്കും. അതവൻ്റെ അഗ്രഷനാണ്. ആ അഗ്രഷൻ്റെ പിറകിലുള്ള കാരണം ഈ വൈകാരിക തലത്തെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ കൊച്ചിൻ്റെ സ്പിരിച്വൽ ഡയമെൻഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പം നമുക്ക് താളം തെറ്റുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു കൊച്ചിൻ്റെ സോഷ്യൽ ഡയമെൻഷൻ, വൈകാരിക തലത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യം കൊച്ച് കളിക്കുക എന്നുള്ളത്. അത്രയും ഒരു കൊച്ചിന് ഒരു മാനസിക പക്വത ഉണ്ടാക്കുന്ന വേറൊരു കാര്യമില്ല. തറയിൽ പിതാവ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി അതിരൂടെ സഹായമെത്രാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ടോക്കിനകത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ഒക്കെ ബെല്ലടിച്ച് കുട്ടികളെ കളിക്കാൻ വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ നമ്മൾ ഒരു ഞായറാഴ്ച നമ്മുടെ കുട്ടികൾക്ക് വെറുതെ ഒരു 5, 6, 7 വയസ്സുള്ള കൊച്ചുകൾ വെറുതെ ഓടിക്കളിച്ചാൽ പോലും
നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും പ്രയോജനം കിട്ടും. നമ്മളൊക്കെ നിങ്ങളുടെ ചെറുപ്പം ഒന്ന് ചിന്തിച്ചു, നമ്മുടെ ചെറുപ്പം ഒന്ന് ചിന്തിച്ചു, നമ്മൾ എന്തോരം കളിക്കുമായിരുന്നു. ആൺകുട്ടികൾക്ക് അവരുടേതായ രീതി കളികൾ. പേരൻസ് വീട്ടിലോട്ട് വലിച്ചുകൊണ്ട് വരും, നമ്മൾ ഉച്ചയും വീണ്ടും നമ്മൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കുന്നു, പാടത്ത് പോകുന്നു, എന്തൊക്കെ കളികളാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടേതായ രീതിയിലുള്ള കളികൾ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അത് അന്യമാകുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം കമ്പ്യൂട്ടറിലോട്ടെല്ലാം ഒതുങ്ങിയ. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ലോകം എത്രമാത്രം ചുരുങ്ങുന്നു നമ്മൾ ചിന്തിക്കണം. ഫേസ്ബുക്കിലൊക്കെ 5000 ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറയുന്നവനോ 5 ഫ്രണ്ട്സ് ഇല്ല റിയൽ ലൈഫിൽ. ആ ഒരു തലത്തിലോട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു സോഷ്യൽ ലോകവും അവരുടെ വൈകാരിക ലോകവും അത്രമേൽ ചുരുങ്ങിക്കഴിഞ്ഞു എന്ന് ഓർത്തിരിക്കണം. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാരെ, ഈ വൈകാരിക തലം എന്താണെന്ന് മനസ്സിലാക്കണം. വൈകാരിക തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന് എപ്പോഴും ഒരു ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അവൻ ആ വീട്ടിലോട്ട് പോയി അവനൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും തുറന്നു പറയാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാവണം. അങ്ങനെയാണ് ആ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഞാനതൊന്നും ഉദ്ദേശിച്ചു, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ് വളർന്നത്. നമുക്കന്ന് നല്ല സാഹചര്യം ഉണ്ടായിരുന്നു, നമ്മളങ്ങനെ വളരത്തില്ല എന്നല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വീട് പോലെ ഒരു വീടും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ജോലി സൗകര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങി പശുവിനെ കറക്കാൻ വേണ്ടി പോകുമായിരുന്നു. നിവൃത്തിയോട് കൊണ്ട് അന്ന് ചെയ്തതാണ്. അപ്പോൾ നിവൃത്തിയോടുകൂടി ചെയ്യുന്നതിന് നമ്മളിത്ര ഐഡിയലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കഥയെല്ലാം കൂടെ എപ്പോഴാണ് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നറിയോ? ഈ കഥകൾ ഏതെങ്കിലും ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വീട്ടിൽ വരുമ്പോഴാണ് കൊച്ചിന് 2 അടിയും കൂടെ കൊടുത്തിട്ട് ഇത് പഠിപ്പിക്കാൻ നോക്കുന്നത്. നോ വേ, നമ്മൾ ഒരിക്കലും ആ ടാർഗറ്റിൽ എത്തത്തില്ലെന്ന് മാത്രമല്ല, ഈ വോൺസ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാരെ, നിങ്ങൾ ഈ ഒരു 3 ഡയമെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം. അതൊക്കെ നമ്മുടെ ഈ ദേവാലയത്തിലോട്ട് വരുമ്പം നമ്മുടെ ആത്മശോധനയുടെ ഭാഗമായിട്ടിരിക്കേണ്ടത്. നമ്മളൊക്കെ നിത്യ ആരാധന ചാപ്പലുകൾ നിങ്ങൾ പോകുന്നവരാ, 1 അവർ വീക്കിലി പോകുന്നവരുണ്ട്, അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. നിങ്ങളൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ലൈഫിനെ പറ്റി ഒന്ന് ചിന്തിക്കണം. ഈശോ പറയുന്നൊരു കാര്യമല്ലേ, കരങ്ങളിൽ എടുക്കുക. അല്ല, അവൻ അപ്പം എടുത്തു. ഈ അപ്പം എന്ന് പറയുന്നതിനെ വേറൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. കാരണം സഭയാണ് ഈ ഈശോയുടെ കരങ്ങളിലിരിക്കുന്നത്. കാരണം അവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? സഭയാണ്. ഈ സഭ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തന്നെയാണ്. ആരാ അവിടെ ഇപ്പം മാറുന്നത്? ഈശോയുടെ ശരീരവും അപ്പവും വീഞ്ഞ ശരീരവും രക്തവും മാറുന്ന പോലെ നമ്മൾ തന്നെ മാറുന്നൊരു പ്രക്രിയയുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു ടേക്ക് അവർ ഓൺ ബോഡി. നമ്മൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കരങ്ങളിൽ എടുക്കണം. അവനത് വാഴ്ത്തട്ടെ, അവനത് വിഭജിക്കട്ടെ. പക്ഷേ ആ ഒരു ഓപ്പൺനെസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. പത്രം പറഞ്ഞതിന് ശേഷം ഈ ഒരു തലത്തെപ്പറ്റി ഞാൻ പറയാൻ പോവാണ്. കോൺഷ്യസ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമല്ല, കുട്ടികളിൽ നിന്നും നിങ്ങൾ മാറാൻ പോവുക. അതാണ് കോൺഷ്യസ് പാരൻറ്റിങ്. അത് അമേരിക്കയിൽ അത് പ്രബലമായി വന്നിരിക്കുന്നത് ഒരു പുസ്തകമാണ്. സെഫാലി സബാരി എന്ന് പറയുന്ന ഒരു ഹാഫ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ ബുദ്ധിസ്റ്റ് മെൻറ്റാലിറ്റി, ബുദ്ധിസ്റ്റ് ഫിലോസഫിയൊക്കെ ഒരുപാട് അതിനകത്തുണ്ട്. ഒരു വെസ്റ്റേൺ ഈസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു സിന്തസിസ് ആണ് ഈ പറയുന്ന ഒരു ഗ്രന്ഥം, ദ കോൺഷ്യസ് പാരൻറ്റിങ്, ദ പാരൻ്റ് എന്ന് പറയുന്നത്. ചൈൽഡ് ക്യാൻ ട്രിഗർ യുവർ പാസ്റ്റ് വോൺസ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു സ്ത്രീ എന്നെ കാണാൻ വരുന്നു. ആ സ്ത്രീ വളരെ നല്ലൊരു കുടുംബം, ജീവിത പങ്കാളിയായിട്ട് അത്ര നല്ല ബന്ധത്തിൽ പോകുന്നു, അതുപോലെ മനസ്സിലാക്കുന്നൊരു ജീവിത പങ്കാളി. ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നല്ലൊരു സാഹചര്യത്തിൽ വളരുന്നു പറഞ്ഞാൽ അത്ര സ്നേഹമുള്ള അപ്പനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ നന്നായിട്ട് അങ്ങ് വളരും. നിങ്ങൾ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സ്നേഹിക്കുന്നത്, നിങ്ങളുടെ മക്കൾ കാണുന്നത് പോലും അത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ഒരു ചിന്തയാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയെ ചുംബിക്കുന്നു, നമ്മുടെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. അയ്യോ കണ്ടല്ലോ എൻ്റെ അമ്മ. അത് കണ്ടതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് യാതൊരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആ ഒരു അന്തരീക്ഷത്തോട് വരാൻ നോക്കുകയാണ്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഒരുപാട് വർത്തമാനം പറയുന്നു, തമാശ പറയുന്നു. പൊട്ടിച്ചിരികളുടെ കുടുംബം തറയിൽ പിതാനായാലും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രന്ഥം പിതാ അടുത്ത കാലത്ത് രചിക്കുകയുണ്ട്. പൊട്ടിച്ചിരികളുടെ കുടുംബം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഒരുപാട് പൊട്ടിച്ചിരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പൊട്ടിച്ചിരിക്കുന്ന ഇടയ്ക്ക് മക്കൾക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ ഒരു അന്തരീക്ഷം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് കുട്ടികളുടെ ഈ വൈകാരിക തലത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തോട് തിരിച്ചെത്തുന്നു. ഈ പറഞ്ഞ സ്ത്രീ മകൾ വളരുന്നു, 6-7 വയസ്സായി. അപ്പനോട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കുഞ്ഞ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓടി അപ്പനെ കെട്ടിപ്പിടിക്കും, അമ്മേനെയും കെട്ടിപ്പിടിക്കും. ആ രീതിയിൽ യാതൊരു അസൂയയും ആ സ്ത്രീക്കില്ല. പക്ഷേ ഈ സ്ത്രീ പറയുന്നത്, ഈ കൊച്ചിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പം ഈ സ്ത്രീ അസ്വസ്ഥയാകുകയാണ്. ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അസ്വസ്ഥയാകുന്ന പിടികിട്ടുന്നില്ല. ഇത് എൻ്റെ മകളാണ്. അവളുടെ സ്വന്തം അപ്പനെ കെട്ടിപ്പിടിക്കുന്നു, അതുപോലെ ഫ്രീഡം കാണിക്കുമ്പം ഈ പറയുന്ന സ്ത്രീക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട് വരിക. അതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ചെറുപ്പത്തിൽ ഇവളുടെ സ്വന്തം അപ്പൻ ഒരുപാട് വളരെ ക്രൂരമായിട്ടാണ് ഈ പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു സ്ത്രീയോട് പെരുമാറിയത്. അതുകൊണ്ട് ഇന്ന് സ്വന്തം കൊച്ച് അവളുടെ സ്വന്തം അപ്പനോട് ഫ്രീഡം കാണിക്കുമ്പം ഇവളുടെ പഴയ വൂണ്ടിനെ ഇത് ട്രിഗർ ചെയ്യുകയാണ്.
ആ ഒരു ട്രിഗറിങ് നടക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് പിടികിട്ടുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ട്രിഗർ ചെയ്യുന്നത് പിടികിട്ടുന്നില്ല. പക്ഷേ ചില സമയത്ത് നമുക്ക് ആ ഒരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെയിൻ്റെ അർത്ഥം പിടികിട്ടുവാണ്. അടുത്ത പ്രാവശ്യം തൊട്ട് ഇങ്ങനെ സാവധാനമാണ് നമ്മുടെ ജീവിതത്തിലെ വൂൺസ് മാറുന്നത്. അടുത്ത പ്രാവശ്യം കൊച്ച് വീണ്ടും അപ്പനോട് സ്വാതന്ത്ര്യം കാണിക്കും, തിരിച്ചറിയാണ് യെസ് ഐ നോ ദാറ്റ് വൈ ഐ ഫീൽ സോ എന്നുള്ള വൈ ഐ ഫീൽ ഇറിറ്റേറ്റഡ് ടുഡേ. എനിക്ക് കാരണം മനസ്സിലാകുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ചില താരങ്ങളുണ്ട്. എൻ്റെ ഈശോയെ, നിൻ്റെ തിരുരക്തം എൻ്റെ ചെറുപ്പത്തിലേക്ക്, എൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ വ്രണങ്ങളിലേക്ക് നീ ഒഴുക്കണം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് നമ്മുടെ ആത്മീയമായിട്ട് വളരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാസി ഓപ്പറാത്തുൾ നത്തൂര, നമ്മുടെ ഈ നേച്ചറിലേക്ക് ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ ഒരു തലം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നല്ലൊരു പ്രയോഗമാണ് ഈ കോൺഷ്യസ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഓഫ് പാരൻറ്റിംഗ് ദാറ്റ് യൂഷ്വലി ഫോക്കസ് മോർ ഓൺ ദ പാരൻറ്റ് ആൻഡ് ഹൗ മൈൻഡ്ഫുൾനെസ് ക്യാൻ ഡ്രൈവ് പാരൻറ്റിംഗ് ചോയ്സസ്. അതിൻ്റെ കോമ്പിനേഷനെ പറ്റി. സോ ഇവിടെ നിന്ന് ചൈൽഡ് ആസ് എ പ്രോബ്ലം എന്നുള്ളതിന് പകരം പാരൻ്റൽ എവല്യൂഷൻ ആസ് എ സൊല്യൂഷൻ. നമ്മൾ കുട്ടികളല്ല നമ്മുടെ മെയിൻ പ്രശ്നം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണ്ട് കൗൺസിലിനകത്ത് പേരൻസ് വരുമ്പം ഏതെങ്കിലും കുട്ടിയായിട്ടങ്ങ് വരും, ഈ കുട്ടിയാണ് നമ്മുടെ പ്രശ്നം, പക്ഷേ ഈ കുട്ടീനെ എങ്ങനെയൊന്ന് മാറ്റാൻ പറ്റുന്നതിനെ പറ്റിയാണ് നമ്മുടെ മെയിൻ ചിന്ത. പക്ഷേ നമ്മുടെ ഇൻറ്ററാക്ഷനകത്താണ് ഈ മെയിനായിട്ട് പ്രശ്നം വന്നെന്ന് ഭയങ്കര പാടാണ് മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ആ കൊച്ച് ഇന്ന് ആ ഒരു സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു, അതിൻ്റെ പിറകിൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ നമ്മുടെ ഇൻറ്ററാക്ഷൻ പാറ്റേണിനകത്ത് എന്ത് റോളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്കൊരു പരിധിക്കുള്ളിൽ കൊച്ചിനെ സഹായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാരൻ്റൽ എവല്യൂഷനാണ് ഇതിൻ്റെ സൊല്യൂഷൻ ഓർത്തിരിക്കാം. നല്ലൊരു വാചകം ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നും എഴുതുകയാണ്. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വി ആസ് പേരൻസ് നോ അവർ സെൽസ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളറിയാൻ പറ്റുന്നു ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അവർ ചിൽഡ്രൻ വിൽ. അത്രമാത്രം നമ്മുടെ കുട്ടികൾ അറിയും. ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വി ആസ് പേരൻസ് ക്യാൻ ലവ് ഡീപ്ലി, love loudly, risk bravely and lose freely is the extent to which our children will know joy and freedom. The extent to which we can run out into the rain without fear of getting wet is the extent to which our children will lead lives of courage. മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അതിനകത്തുനിന്നുള്ള. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഈ പേരൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം കൈമാറുക, ഈ വാല്യൂ ഫോർമേഷനാണ്. വാല്യൂ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, തെറ്റും ശരി എന്താണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അത് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ടു ഡിഫറൻഷിയേറ്റ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അത് അറിയുകയും ചെയ്യണം. രണ്ടാമത്തേത്, ഗുഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗുഡിന് വേണ്ടി പിന്നെ എന്ത് ത്യാഗം എടുത്തും ഈ ഗുഡിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതാണ് ഈ വാല്യൂ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുക, നമ്മുടെ മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ട് മാത്രം ഒന്ന് നിങ്ങൾ നവഗ്രഹിക്കുക. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, കാരണം 12 മണിയായി. ഒരു മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോവുകയാണ്. നമ്മുടെ കൊച്ച് ദേവാലയത്തിലോട്ട് വരുന്നു. ഒരു 5-6 വയസ്സോ ഉള്ളൊരു കൊച്ച് ദേവാലയത്തിലോട്ട് വരുന്നതിൻ്റെ കാരണം എന്താ? അപ്പനും അമ്മയും പറയുന്നു, അവരുടെ അതോറിറ്റി, അത് പവർ ഭയങ്കര ഒരു ഫാക്ടറാണ്. ഒരു 5-6 വയസ്സുള്ള ഒരു കൊച്ച് ദേവാലയത്തിലേക്ക് വരുന്നതിൻ്റെ പിറകിൽ അപ്പനും അമ്മയും പോകുന്നു, അപ്പനും അമ്മയും പറയുന്നു അതുപോലെ ചെയ്യുക. ആ സമയത്ത് വേറെ ഓപ്ഷൻ കൊച്ചിനില്ല. അത് കൊച്ചു ചിന്തിക്കുകയാണ്, ഓ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഞാൻ ദേവാലയത്തിലേക്ക് വരുന്നു എന്ന് ഇല്ല. ആ കൊച്ചിന് ആ ഒരു ടൈം ഒരിക്കലും ആയിട്ടില്ല. ആ കൊച്ചു വരുന്നത് കൊള്ളാം, പരിപാടി കൊള്ളാം, അപ്പനും അമ്മയും പോകുന്നുണ്ട്, കാറേ കയറിയിരിക്കാം, കുറേ യാത്രയെ കാണാം, പള്ളിയിൽ പോകുമ്പോൾ കുറേ നമ്മുടെ സുഹൃത്തുക്കളെ കാണുന്നു. ആ ഒരു തലത്തിലാണ് നമ്മുടെ കൊച്ചു ദേവാലയത്തിലേക്ക് വരുന്നത്. കൊച്ചു കുട്ടികളെ ലോലിപ്പോപ്പ് കിട്ടും. ഇങ്ങനെയുള്ള പല തലങ്ങളുള്ളതുകൊണ്ട് കൊച്ചുങ്ങൾ വരുന്നു. ദാറ്റ്സ് ദ സ്റ്റേജ് ഓഫ് കംപ്ലയൻസ്. എല്ലാവരും ആ സ്റ്റേജിലൂടെ കടന്നു പോകണം. സ്റ്റേജ് ഓഫ് കംപ്ലയൻസ്. ബിക്കോസ് ദ ചൈൽഡ് ഈസ് കംപ്ലൈൻറ്റ്. എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആവുന്നത്? കാരണം പേരൻസ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ ഫോഴ്സ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ലവിങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് അവിടെ. ആ ഒരു ഫോഴ്സിലൂടെ മാത്രമേ നമ്മുടെ കുട്ടികൾ ദേവാലയത്തിലോട്ട് വരത്തുള്ളൂ. ഇനി വാല്യൂ സിസ്റ്റം ആണെങ്കിലും അങ്ങനെ പഠിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുള്ള കൊച്ച് പഠിക്കുന്നതെല്ലാം പേരൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൊച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഹീസ് കമ്പൽ ടു ഡു ദാറ്റ്. ഇനി കുറേ നാൾ ഇങ്ങനെ ദേവാലയത്തിൽ വരുന്ന 10 വയസ്സാകുന്നു. ഈ 10 വയസ്സാകുമ്പോൾ കൊച്ചിന് പേരൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹമാണെന്ന് കൊച്ച് പഠിച്ചു. 1ാം ക്ലാസ് തന്നെ പഠിച്ചു ദൈവ സ്നേഹമാണെന്ന്. വീട്ടിലോട്ട് നോക്കുമ്പം നന്നായിട്ട് സ്നേഹിക്കുന്ന പേരൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന പേരൻസ് കൊച്ചിൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തോന്നും. ഓക്കെ, പേരൻസ് ചെയ്യുന്ന വാല്യൂ. മലയാളം പോലും പഠിക്കുന്ന അതുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം പേരൻസിനോട് ഇഷ്ടമുള്ള കൊച്ചുങ്ങൾ ഈ മലയാളം ചിലർ പഠിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരൻസിനോട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊരു ആഗ്രഹം വരും. കാരണം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പേരൻസ് അവിടെ വിഷമിക്കാൻ പാടില്ല. എന്നാൽ പോലും കൊച്ചിനൊരു ബോധ്യമൊന്നും എത്തിയിട്ടൊന്നുമില്ല. അതൊരു ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റേജ്. എൻ്റെ അപ്പൻ കൊള്ളാം, കാരണം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, അമ്മ കൊള്ളാം, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു അട്രാക്റ്റീവ്നെസ്സിൻ്റെ ഒരു തലവടിയുണ്ട്.
അവിടെ നിന്നും ഈ കൊച്ചൊരു 13, 14, 15, 16, 17, 18 വയസ്സൊക്കെ ആകുമ്പോൾ ഈ കൊച്ച് വീണ്ടും വീണ്ടും ഈ മതത്തെപ്പറ്റി പഠിക്കുന്നു. ഒരുപക്ഷെ സിറോ മലബാർ ഐഡൻറ്റിറ്റിയെപ്പറ്റി കൂടുതൽ ബോധ്യമാകുന്നു, അതിൻ്റെ ചരിത്രം പഠിക്കുന്നു. പിന്നീട് വരാൻ പോകുന്നത് ഈ ക്രെഡിബിലിറ്റിയിൽ നിന്നും ഒരുപക്ഷെ പേരൻസിൻ്റെ ക്രെഡിബിലിറ്റി അവിടെ വരുന്നുണ്ട്, സഭയുടെ ക്രെഡിബിലിറ്റി അവിടെ വരുന്നുണ്ട്, സഭയുടെ ചരിത്രത്തിൻ്റെ ചില ഒരുപാട് നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങൾ അവിടെ വരുന്നു. ഇതിനെല്ലാം വെളിച്ചത്തിൽ കൊച്ചി വാല്യൂ ഇൻറ്റേർണലൈസ് ചെയ്യുക. അങ്ങനെ വന്ന് ഒരു കൊച്ചി ഇൻറ്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇപ്പം പറയുന്നത് ദേവാലയയോട് ബന്ധപ്പെട്ട ഏത് മൂല്യം നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ഒരു ലെവലിലൂടെ കൊച്ചു വളരത്തുള്ളൂ. ഇപ്പം മാരേജ് എന്ന് പറയുന്ന ഒരു മൂല്യം കൊച്ചു വളരുന്നതിനകത്ത് ഈ ഒരു പാറ്റേൺ ഉണ്ട്. ഏത് കാര്യത്തിലും കൊച്ചു വളരുന്നതിനകത്ത് ഈ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പലപ്പോഴും ഈ ദേവാലയത്തിൽ വരുമ്പം 18 വയസ്സായിട്ടും ഈ കംപ്ലൈൻസിൻ്റെ സ്റ്റേജിൽ നിന്നും പോകുന്നില്ല. അവർ ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുമില്ല. ഇൻറ്റേർണലൈസേഷനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ടോ? അല്ലെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ 10, 30, 40, 50 വയസ്സൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏത് സ്റ്റേജിലാണ്? ചിലർ ഇപ്പോഴും കംപ്ലൈൻസിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. സോഷ്യൽ ഡിസൈറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്നാ വിചാരിക്കും, രണ്ടുപേരും ഇപ്പോഴും കാണാം. പണ്ടത്തെ പോലെ തന്നെ 2 മലയാളികളെ കാണാൻ വേണ്ടി മാത്രം ഇപ്പോഴും നമ്മൾ ദേവാലയത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, റിലീജിയസ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മളിപ്പോഴും സ്റ്റേജ് ഓഫ് കംപ്ലൈൻസിൽ തന്നെയാണ്. നമ്മൾ ആ വാല്യൂ ഒന്നും ഇൻറ്റേർണലൈസ് ചെയ്യുന്ന തലത്തിലോട്ട് വളർന്നിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്. ഇനി നമ്മൾ ഇച്ചിരി മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്തിന് ഒരു വ്യക്തിക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, എൻ്റെ കൊച്ചിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുടുംബത്തിന് എന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഒരു വ്യക്തിയെപ്പറ്റി മാത്രം ചിന്തിക്കുക, ഉണ്ടാകുന്നുണ്ട് എന്നെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്തായിരിക്കും ഒരു ലക്ഷണങ്ങൾ? തുടക്കത്തെ പറ്റിയാണ്. എന്തോ ഒരു റെഡ് സിഗ്നൽ വരുന്നുണ്ട് നമ്മുടെ ഒരു കൊച്ചിൻ്റെ കാര്യത്തിൽ, എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ. എന്തോ ഒരു എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. കമ്മ്യൂണിക്കേഷനോട് കൊച്ചിനോട് പറയുമ്പോഴാണെങ്കിൽ അവന് ദേഷ്യം വരുന്നു, കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, പറഞ്ഞു. ഐസൊലേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു ബിഹേവിയറൽ ഡയമെൻഷൻ വരുമ്പോൾ അത് ഐസൊലേഷനായിട്ട് മാറുകയാണ്. കൊച്ചു മുറി കയറി ഫുൾ ടൈം വാതിലും അടച്ചിരിപ്പാണ്. അവൻ അവൻ്റേതായ ലോകത്താണ്, അവന് കമ്പ്യൂട്ടർ അതൊക്കെ മതി, നമ്മളൊന്നുള്ള ലോകം വേണ്ട, ആ ഒരു തലം വരുന്നു. പിന്നെ ആങ്ക്വറി, റീസൺ. ആങ്ക്വറി എന്നുള്ളത് കറക്റ്റാണ്. നോ റീസൺ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. താല്പര്യം പോകുന്നു. ഓരോ തലത്തെ ആശ്രയിച്ച്, ഉദാഹരണം ഡിപ്രഷൻ്റെ ഒക്കെ ലെവലിലോട്ട് കൊച്ചു പോകുന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും. അനഹെഡോണിയ എന്ന് പറയും, അതായത് ലൂസ് ഇൻട്രസ്റ്റ്, ജസ്റ്റ് എല്ലാം നമ്പനസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണം വിശപ്പില്ലാഞ്ഞിട്ടല്ലായിരിക്കും, ചിലപ്പം കഴിക്കണമെന്ന് താല്പര്യം ഇല്ലാതാവുന്നു. പിന്നെ ഫേസ് ഇൻട്രാക്ഷൻ ഇഷ്ടപ്പെടുന്നില്ല. വാട്സപ്പിൽ കൂടെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ല, തമാശയല്ല. വാട്സപ്പിൽ കൂടെ അടുത്ത കാലത്തൊരു കല്യാണം നടന്നത് വാട്സപ്പിൽ കൂടെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. അവരത് അവസാനം തൽക്കാലം ഒന്ന് മാറി താമസിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും ബുദ്ധിമുട്ടായി അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പം. പിന്നെ കുറച്ച് നാൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും വാട്സപ്പിൽ കൂടെ അവർ റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു. കാരണം ചിലർക്ക് വാട്സപ്പിലൂടെ മാത്രമേ റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ സാധിക്കും, നേരിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാം കൃത്യമാണ്. ഞാനിതിനെല്ലാം കൂടെ ഒരൊറ്റ വാക്കിലോട്ട് ഒന്ന് ഒതുക്കാൻ പോവുകയാണെങ്കിൽ, എ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ സ്റ്റബേണാകാൻ തുടങ്ങുക. നമ്മുടെ കൊച്ചിനോടൊരു കാര്യം പറയുമ്പോഴേ അവനെന്നെ അടുത്ത പെർസ്പെക്റ്റീവ് ഒന്നും അറിയണ്ട, ഭയങ്കര ഇതെല്ലാം ഈ സ്റ്റബേണസിൽ നിന്ന് വരിക. എൻ്റെ ഫ്ലെക്സിബിലിറ്റി അങ്ങ് പോവുക. ലൈഫിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ കാര്യത്തിൽ ഫ്ലെക്സിബിലിറ്റി എവിടെ പോകുന്നു? നമ്മളൊരു കാര്യം പറയുമ്പോഴേ മറ്റൊരു പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, എന്തോ ഒരു റെഡ് സിഗ്നൽ എൻ്റെ ജീവിതത്തിൽ തന്നെ, നിങ്ങളങ്ങനെ ആത്മശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ തന്നെ എന്തോ ഒരു കാര്യം വരുന്നുണ്ട് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. അതെങ്ങനെ വരുന്നു എന്നതിന് നമ്മുടെ കുട്ടികളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം, നിങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാം. ഇനി പറയാൻ പോകുന്ന ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ്. ഇൻ്റലിജൻറ്റ് പൗക്ക ആ ഒരു ഗ്രൂപ്പിന് മാത്രം മനസ്സിലാകാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ചോദിക്കുക എത്ര പേർക്ക് മനസ്സിലായെന്ന്. അപ്പോൾ നമുക്ക് കൈ പൊക്കണം, നിങ്ങൾ മനസ്സിലായവർ. ഒരു കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെ പറ്റിയാണ് അവിടെ കൊടുക്കുന്നത്. ആദ്യം ഇട്ടിരിക്കുന്നത് എസ് എന്ന് പറഞ്ഞാൽ സെൽഫ്, കൊച്ച്. ഓ എന്ന് പറഞ്ഞാൽ അതേഴ്സ്, ഒബ്ജക്റ്റ് എന്ന് കിട്ടും. ഒബ്ജക്റ്റ്, സെൽഫ്. ആദ്യത്തെ ഒരു മാസം കൊച്ചു ജനിച്ചു. കൊച്ചിന് അതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ട്, അതിനെപ്പറ്റി പിന്നെ സംസാരിക്കുന്നില്ല. കൊച്ചു ജനിച്ചിട്ട് ആദ്യത്തെ ഒരു മാസം കൊച്ചിന് അവനെപ്പറ്റി വല്ല അവയർനെസ് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അവനെപ്പറ്റി എന്തെങ്കിലും ഒരു ബോധ്യം കൊച്ചിന് ഞാനാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടോ? ഇല്ല. ഒരു മാസത്തെ കാര്യമാണ്. ഒബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ലൈക്ക് എൻ്റെ അമ്മ വരുന്നുണ്ട് പാലുമായിട്ട്, ചിന്തയുണ്ടോ? ഇല്ല. പക്ഷേ കൊച്ചു കരയുമ്പോൾ അമ്മ പാലുമായിട്ട് വരുമ്പോൾ കൊച്ചിന് ആകെപ്പാടെ കിട്ടുന്ന ഫീലിംഗ് എന്നാ? ഫീലിംഗ് ഗുഡ്. അതിലാതെ വേറെ ഒന്നും അറിയത്തില്ല.
ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും കൊച്ചിങ്ങനെ ചിരിക്കുന്ന പോലെ കാണും. അപ്പോൾ പേരൻസ് ചിന്തിക്കും, അയ്യോ എൻ്റെ കൊച്ചെന്നെ നോക്കി ചിരിച്ചു. ആ ചിരിച്ചതല്ല, വെറുതെ മുഖം ഇങ്ങനെ ആ ഒരു മസിൽ കോൺട്രാക്ഷൻ, ഒരു ആ സംഭവം മാത്രം, അത് ചിരിയായിട്ട് നമ്മളത് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ 1 മാസം അത് കൂടുതലൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഞാനും ഒക്കെ വളർന്നു വന്നത്, അങ്ങനെ തന്നെയാണ്. സെൽഫും ഒബ്ജക്റ്റും ഒരേപോലെ ഇരിക്കുന്നു, ആ വ്യത്യാസമില്ല. 1 മാസം കഴിഞ്ഞു, ഒരു 6 മാസം വരെയുള്ള കാലയളവിൽ കൊച്ചിന് പതുക്കെ മനസ്സിലായി തുടങ്ങുവാണ് ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിലാകുക. കൊച്ചു കരയുന്നു, അമ്മ പാലുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ അമ്മ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നു. കൊച്ചിന് ഹാപ്പിനെസ് ആണ്. വീട്ടിൽ വളരെ ശാന്തമായ അന്തരീക്ഷം, ഒച്ചപ്പാടില്ല, ബഹളമില്ല, എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ കൊച്ചിനത് പതുക്കെ സെൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പം കൊച്ചിന് പക്ഷേ ഈ ഒബ്ജക്റ്റ് അങ്ങനെ വന്നാലും കൊച്ചിനെ ഇവനിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സമയമായിട്ടില്ല. അതായത് ഞാൻ കരയുന്നു, എൻ്റെ അടുത്തോട്ട് എന്തോ എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ചിന്തകൾ വരുന്നുണ്ട്, പക്ഷേ ഈ ഒബ്ജക്റ്റിനെ എന്നിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള സമയം കൊച്ചിനായിട്ടില്ല. എന്നാൽ അമ്മ എന്നുള്ള സങ്കല്പമൊന്നും വരുന്നില്ല, കാരണം ഒബ്ജക്റ്റിൻ്റെ കോൺസ്റ്റൻസി വന്നിട്ടില്ല. ഒബ്ജക്റ്റിൻ്റെ കോൺസ്റ്റൻസി എപ്പം വരുന്നു അവിടം തൊട്ടാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് 6 മാസം കൊച്ചു കരയുമ്പോൾ അമ്മ വരുമ്പോൾ കൊച്ചിന് ഭയങ്കര സന്തോഷം, നല്ല ഫീലിംഗ് ഗുഡ്. ആ ഒരു ഫീലിംഗ് ഗുഡിൻ്റെ അപ്പുറത്തേക്കല്ല, കൊച്ചി ഈസ് കംഫർട്ടബിൾ. വീട്ടിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഫാമിലി ആണെങ്കിലോ ഇതെല്ലാം കൊച്ചു സെൻസ് ചെയ്യുക. അപ്പം കൊച്ചിന് എന്നാ സംഭവിക്കാൻ പോകുന്നത്? ഫീലിംഗ് ബാഡ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിനകത്ത് കൊച്ചിന് സെൽഫ് ഒബ്ജക്റ്റ് ഡിഫറൻസേ ഇല്ല. രണ്ടാമത്തിനകത്ത് പതുക്കെ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ചിന്ത വരുമ്പോഴും കൊച്ചിന് അവനിൽ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അടുത്ത സ്റ്റേജ് ഒരു 6 മാസം തൊട്ടൊരു 3 വയസ്സ് വരെയുള്ള ആ ഒരു സ്റ്റേജ്, 3-4 ആകാം. ആ ഒരു സ്റ്റേജിനകത്ത് കൊച്ചിന് പതുക്കെ ഈ പുറത്തുള്ള ഒബ്ജക്റ്റ് മനസ്സിലാകുക. അമ്മ പാലുമായിട്ട് വരുന്നു, അപ്പോൾ അമ്മയെപ്പറ്റി കൊച്ചു ചിന്തിക്കുന്നത് എന്താ? നല്ല അമ്മ അല്ലേ, പാലുമായിട്ട് വരുന്ന അമ്മ, ഗുഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഗുഡ് മദർ. കൊച്ചിനെ പറ്റി കൊച്ചിന് ഫീൽ ചെയ്യുന്നതിനായിരിക്കും അപ്പം ഗുഡ് സെൽഫ് ആയിരിക്കും, ബാഡ് സെൽഫ് ആയിരിക്കുമോ? ഗുഡ് സെൽഫ്. കാരണം എന്താ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരാൻ വേണ്ടി ആൾക്കാരുണ്ട്. ഗുഡ് സെൽഫ്, നല്ലൊരു ഫീലിംഗ് കിട്ടും. ഇതെല്ലാം ഫീലിംഗ് ലെവലിൽ നിൽക്കും. നിങ്ങൾക്കറിയാം, ഒരു 3 വയസ്സുള്ള ഒരു കൊച്ചിന് ഇതെല്ലാം വരാൻ പോകുന്ന അവൻ്റെ വൈകാരിക തലത്തെ മാത്രം, അവൻ്റെ ഓർമ്മകളിൽ പോലും ഇത് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ വൈകാരികമായിട്ട് തലത്തിൽ ഷീ ഫീൽസ് ഗുഡ്, ഹീ ഫീൽസ് ഗുഡ്. കൊച്ചു കരയുമ്പോൾ അമ്മ വരുന്നില്ല എങ്കിലോ കൊച്ച് ഫീൽസ് ബാഡ് അബൌട്ട്. കൊച്ച് അവനെപ്പറ്റി ബാഡ്, അമ്മയെപ്പറ്റിയോ ബാഡ്. ഒരു ബാഡ് ഫീലിംഗ് വരുക. കൊച്ചിന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു ഗുഡ് മദറും ഉണ്ട്, ഒരു ബാഡ് മദറും ഉണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റേജിനകത്ത് കൊച്ചിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ കൊച്ചിനെ ഇതിനെ ഒന്നിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, കൊച്ചിന് ഗുഡ് മദറും ഉണ്ട്, കൊച്ചിന് ബാഡ് മദറും ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഈ ഗുഡ് മദറും ബാഡ് മദറും ആരാ? ഒരാളാ. പക്ഷേ 3 വയസ്സുള്ള 2.5-3 വയസ്സുള്ള ഒരു കൊച്ചിന് ഇത് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല. എന്നാൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്യാം, പക്ഷേ ഈ ഒബ്ജക്റ്റ് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പതുക്കെ ഈ കൊച്ചിന് ഈ ഒബ്ജക്റ്റിനെ പറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിക്കണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊച്ചിന് മനസ്സിലാവും, മുമ്പ് ഞാൻ കരഞ്ഞപ്പം ആ പാലുമായിട്ട് വന്ന ആ അമ്മ തന്നെയാണ്, ഞാൻ കരഞ്ഞപ്പം പാലുമായിട്ട് വരാത്തത്, രണ്ടും ഒരാൾ തന്നെയാണ്. ഈ ഒരു സൈക്കിൾ ജീവിതത്തിൽ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യും. എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ? കാരണം കൊച്ചിൻ്റെ സാഹചര്യം ഒന്നും മാറുന്നില്ല, അതേ പേരൻസ് തന്നെയാണല്ലോ. പിന്നെ ചെറുതായിട്ട് മാറാൻ സാധ്യത ഉള്ളത് കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊച്ചിനെ സ്വാധീനിക്കും. പള്ളിയിൽ പോകാൻ തുടങ്ങുമ്പോൾ നല്ല ആൾക്കാരെ കാണുന്നു, എൻ്റെ ഗുഡ് മദറിനേക്കാൾ നല്ല മദറൊക്കെ ഇവിടെ ഉണ്ടെന്ന് പിടികിട്ടുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പം നല്ല ഫ്രണ്ട്സിനെ കിട്ടുമ്പം കുറച്ചൊക്കെ സ്വാധീനിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഡയമെൻഷൻ നിൽക്കും. അടുത്ത് ശ്രദ്ധിച്ചോണം, ആദ്യത്തെ 1-2 സ്റ്റേജിൽ ഒരു കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കൊച്ചിന് എന്താ ഇല്ലാത്ത സമയത്ത്, എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് പുറത്തുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ പുറത്തെ ഒരു സ്റ്റിമുലിയും എൻ്റെ ഉള്ളിലുള്ള സ്റ്റിമുലിയും രണ്ടും രണ്ടാണെന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. ആദ്യത്തെ ആ 2 സ്റ്റേജിൽ 6 മാസത്തിനുള്ളിൽ ഒരു കൊച്ചിനൊരു ട്രൗമ ഉണ്ടായെന്ന് വിചാരിക്കും. മേ ബി എ ചൈൽഡ് ഇമോഷണലി ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡായി, വീട്ടിലെ പ്രശ്നം കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്ച്വൽ ഫാമിലിയാണെന്ന് വിചാരിക്കുക. അപ്പനും അമ്മയും നല്ല അടി ബഹളം ഒച്ചപ്പാട്. അല്ലെങ്കിൽ ഈ കൊച്ചുവിനെ അബ്യൂസ്ഡ് ആകാം. ഈവൻ 6 വയസ്സിന് മുമ്പ് അബ്യൂസ്ഡ് ആയ കുട്ടികളുണ്ട്. റെയർ കേസ് ആയിരിക്കും, എന്നാൽ പോലും ആ ഒരു സമയത്ത് അബ്യൂസ്ഡ് ആകുന്ന കുട്ടികളുണ്ട്. കുട്ടിക്ക് എന്തായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്? ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഐഡിയ നഷ്ടപ്പെടാൻ പോവാം. റിയാലിറ്റി ടെസ്റ്റിങ് ആ കൊച്ചിനില്ലാതാകാൻ പോവാം. റിയാലിറ്റി ടെസ്റ്റിംഗ് ഇല്ലാതാകുമ്പോഴാണ് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മെൻ്റൽ ഹെൽത്തിനകത്ത് സൈക്കോട്ടിക് ലെവലിലോട്ടൊരു കൊച്ചു പോകാനുള്ള സാധ്യത. കാരണം അതിൻ്റെ ചെറുപ്പത്തിൽ തന്നെ റിയാലിറ്റി ടെസ്റ്റിംഗ് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരാളെ കാണുമ്പം ഇന്ന വ്യക്തിയാണ് തോന്നുക,
ഞാനിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയ്യോ മാർപ്പപ്പ, ഫ്രാൻസിസ് മാർപ്പപ്പ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിലൂഷനാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റിനെ ആ കറക്റ്റ് റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി അതിനുശേഷം വരുന്നൊരു സ്റ്റേജിലാണ് കൊച്ചിന് ബ്ലോക്ക് വരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു 3 വയസ്സാകുമ്പോൾ കൊച്ചിന് ഒരു അബ്യൂസോ എന്തെങ്കിലും ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് നഷ്ടപ്പെടാമെന്ന് റിയാലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്. കാരണം കൊച്ചിന് പിടികിട്ടും, പുറത്ത് അപ്പനുണ്ട്, പുറത്ത് അമ്മയുണ്ടെന്നൊക്കെ പിടികിട്ടും. പക്ഷേ കൊച്ചിന് ഇല്ലാതാകാൻ പോകുന്നത് ഇവരെ ഇൻറ്റഗ്രീറ്റ് ചെയ്യാനുള്ള കഴിവില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർ പൊട്ടിത്തെറിക്കും. അപ്പം നിങ്ങൾ ചില വ്യക്തികൾ പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളുണ്ട്. ഒറ്റയടിക്ക് പൊട്ടിത്തെറിയുക. കുറച്ച് നേരം കഴിയുമ്പോൾ വേണമെങ്കിൽ അവർ തണുക്കും. നമ്മൾ ചിന്തിക്കും അയ്യോ പാവം, ഞാൻ ആ വ്യക്തിയോട് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടാണല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീണ്ടും പൊട്ടിത്തെറിക്കും. ഉദാഹരണം, പൊട്ടിത്തെറികളും തണുക്കലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഭർത്താവാണുള്ളതെങ്കിൽ ഭാര്യ ചില സമയത്ത് ചിന്തിക്കും ദൈവമേ എൻ്റെ ഭർത്താവ് എല്ലാം നന്നായല്ലോ. അത് ചിന്തിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് ദൈവം ഇതെന്നാ സംഭവിക്കുന്നത്, നമുക്ക് പിടികിട്ടാതെ പോകുന്നു. ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന വാക്കാണ് ബോർഡർ ലൈൻ എന്ന് വിളിക്കുന്ന ഒരു സ്ട്രക്ചർ. നിങ്ങൾ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. അതിനുശേഷം വരുന്ന ഒരു ഇൻറ്റഗ്രേഷനൊക്കെ കഴിഞ്ഞാൽ പതുക്കെ വരുന്ന ഒരു സ്റ്റേജാണ് ന്യൂറോട്ടിക്. അവിടെ കൂടുതലും ഈ ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ വരുന്ന ഒരു ഘട്ടമാണ് ഈ പറയുന്ന ന്യൂറോസിസ്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ ചൈൽഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ കാണണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് സമയത്തിൽ പോകുന്നുണ്ട്, ഞാൻ മുന്നോട്ട് പോകും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ഒരു സ്പെക്ട്രം വരച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോർമൽ ആണെങ്കിൽ നമ്മളൊരു കാര്യം കണ്ടു കഴിയുമ്പം എന്നായിരിക്കും, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, നമ്മൾ മനസ്സിലാകുന്നത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നു. നമുക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്. ഇപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ ഇതിൽ ഞാൻ പഠിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിക്കണം. അതിനുശേഷം നമുക്ക് ന്യൂറോട്ടിക് ലെവലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരിക. ഇപ്പോൾ ഒരാൾ വീട്ടിൽ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആങ്സൈറ്റി വരുന്നു. പള്ളിയിൽ ബൈബിൾ വായിക്കാൻ വേണ്ടി പറയുമ്പോൾ ഭയങ്കര സ്റ്റേജ് വ്യൂറും എല്ലാം കൂടെ മുട്ടുകൂട്ടി ഇടിക്കുന്നു. അതുപോലെ നമുക്ക് ഒബ്ജക്റ്റിനെ പറ്റി യാതൊരു കുഴപ്പമില്ല, എന്നെപ്പറ്റി ഐഡിയ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല, റിയാലിറ്റി ടെസ്റ്റിങ്ങിനകത്ത് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ബോർഡർ ലൈൻ എത്തിക്കഴിയുമ്പം നമുക്കൊരു എന്നെപ്പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ തന്നെ രണ്ടാണ്. മറ്റുള്ളവരെ പറ്റിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഹൈ ബോർഡർ ലൈനിൻ്റെ സ്ട്രക്ചർ ഉള്ളവരാണ്. അല്ലെങ്കിൽ ചില പാരനോയിഡ് പേഴ്സണാലിറ്റി, ചില സമയത്ത് അങ്ങ് സൈക്കോട്ടിക് വരെയും പോകാം, അല്ലെങ്കിൽ തന്നെ ഒരു ബോർഡർ ലൈനിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഭയങ്കര പാടാണ്. സൈക്കോട്ടിക് വന്ന് നമുക്ക് മനസ്സിലാവും. സൈക്കോട്ടിക് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സൂചനകളും അവനെ കാണുമ്പം, അവനോട് സംസാരിക്കുമ്പം, അവനൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും അവനെന്തോ സൈക്കോട്ടിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്ന് പിടികിട്ടും. പക്ഷേ ഈ ബോർഡർ ലൈനുള്ള വ്യക്തികളെ കാണുമ്പോണ്ടല്ലോ പിടികിട്ടത്തില്ല. ബോർഡർ ലൈനുള്ള വ്യക്തികളെ കാണുമ്പം നമുക്ക് പിടികിട്ടത്തില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 4 തിരിച്ചാൽ നോർമലായിട്ടുള്ള വ്യക്തികൾ എത്ര പേര് കാണും? നോർമലായിട്ടുള്ള വ്യക്തികൾ ഏതാണ്ട് എത്ര കാണും? എത്ര ശതമാനം? എത്രയാ? ഏതാണ്ട് ചുമ്മാ പറഞ്ഞു. 5%. പിന്നെ 10. ഓക്കെ, നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം നിങ്ങൾക്ക്. ഓക്കെ, ന്യൂറോട്ടിക്കായ വ്യക്തികളോ? ന്യൂറോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി ഇഷ്യൂസ്, പെട്ടെന്ന് ചെറിയ ഡിപ്രഷൻ പോലെ അത് വരാം. എപ്പോഴും മൂഡ് ഔട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുവാന്ന് വിചാരിച്ചു. ഒരു സമയത്ത് ആങ്സൈറ്റി, ഒരു സമയത്ത് ഡിപ്രഷൻ, വേറെ സമയത്ത് അഗ്രഷൻ, എല്ലാം കൂടെ വരുവാണെങ്കിൽ ആ സ്റ്റേജ് നിൽക്കത്തില്ല. നമുക്കൊരു എപ്പോഴും ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതിനകത്ത് നിൽക്കും? ന്യൂറോട്ടിക്ക്. എത്ര ശതമാനം വരും? ഒരു 50 പിടിച്ചു. അപ്പം നമ്മൾ 50ഉം 5ഉം 55 ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനത്തെ സൈക്കോട്ടിക് എന്നാ വരും? സൈക്കോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിസോഫ്രേനിയ, അല്ലെങ്കിൽ ആ ഒരു ഡെലൂഷണൽ ഡിസോർഡർ, സ്കിസോ അഫക്റ്റീവ് സ്കിസോഫ്രേനിയ, അത് വളരെ കുറവായിരിക്കും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു 30% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതം ഈ കമ്മ്യൂണിറ്റി ജീവിക്കാൻ ഭയങ്കര പാടുവരും. അതൊക്കെ 5% അടിയിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വീണ്ടും പ്രശ്നം ഇതാണ്, ബാക്കി നല്ല ശതമാനം, ഇനി 40% കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഇടവിൽ ഇപ്പം ഇവിടെ 100 പേരുണ്ട്. 5 പേരാണ്. ചില പഠനങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള 1-2 ഒക്കെ ഉള്ളൂ പെർസെൻറ്റേജ്. നിങ്ങൾ ഇത്രയും സാക്രമെൻറ്റോക്കാർ ഇച്ചിരിയും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരുണ്ട്. നമുക്ക് 5% നോർമൽ. അതായത് 5 പേര് കൈവയ്ക്കുക, 5 പേര് നോർമൽ. ആ കൈവക്കിയവരെല്ലാം ഒന്ന് സംശയിച്ചോണം. ന്യൂറോട്ടിക് ലെവലിൽ ആങ്സൈറ്റി എപ്പോഴും എന്നാ പറഞ്ഞാൽ ആങ്സൈറ്റി പെട്ടെന്ന് എല്ലാം ആങ്സൈറ്റിയാണ്. വീണ്ടും പ്രശ്നം, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യും. എവിടെ പോയാലും ഇറിറ്റേഷൻ ചെയ്യും. ഒരു പിള്ളേർ എന്നടി അങ്ങനെ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ലെവലിൽ വരുന്ന ആ ഒരു തലം, അത് എത്ര പേരുണ്ടാവും? അത് 40% കൈ വയ്ക്കിയേ, 40-50.
സൈക്കോട്ടിക്കാർ അങ്ങനെ കാണാൻ സാധ്യതയില്ല. സൈക്കോട്ടിക് കണ്ട് ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. ബോർഡർ ലൈനോ ബാക്കിയുള്ളവർ എന്നിട്ട് 40 പേര് ബോർഡർ ലൈൻകാർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ധ്യാനത്തിന് പോകുമ്പോണ്ടല്ലോ, ഈ ധ്യാനത്തിനൊക്കെ പങ്കെടുക്കാൻ പോകുമ്പം സൈക്കോട്ടിക് ഉള്ളവൻ ധ്യാനത്തിന് പോയാലോ സംഭവിക്കുമോ? ചുമ്മാ പോയിട്ട് ചിലപ്പം പ്രശ്നം കൂടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? പ്രത്യേകിച്ച് നമ്മളെ ഈവിള്, ഡെവിള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇവർക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നു നമ്മൾ തന്നെ ഡെവിൾ എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും പെട്ടെന്ന് ധ്യാനത്തിന് പോയിട്ട് വലിയ പ്രയോജനമില്ല. ബോർഡർ ലൈൻകാരോ, ഓക്കെ, ന്യൂറോട്ടിക്കാർ പോയാലോ അവർക്ക് ഇച്ചിരി മനസ്സിലാക്കാൻ പറ്റും. ഇത്തിരി ഇൻസൈറ്റ് ഉള്ളവരാണ്. നോർമാലിറ്റി പോകണം തീർച്ചയായിട്ടും. അവർ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും പോകുന്ന നല്ലതാണ്. ബോർഡർ ലൈനോ, ഇവർ പോയിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായം പറയും, ഓ സൂപ്പർ ധ്യാനമായിരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അല്ല പരിപാടി തീരും. നമ്മൾ ഇന്ന് പൊട്ടിത്തെറിക്കും, നാളെ തണുക്കും. അപ്പോൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് സംശയം, ദൈവമേ ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന സംശയമാണ്. ഞാനിപ്പോൾ വേറെ നല്ലൊരു ലക്ഷണം പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം, ദൈവമേ പറഞ്ഞവർ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു ബോർഡർ ലൈനുള്ള സാധ്യതയുണ്ട്. അവരോട് നമുക്ക് ഡയലോഗിന് സാധ്യതയില്ല. കാരണം സ്റ്റേബിൾ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അവരെപ്പോഴും സ്റ്റേബിളാ. എന്ത് കാര്യത്തിൽ? ഇൻസ്റ്റെബിലിറ്റിയിൽ സ്റ്റേബിളാ. എപ്പോഴും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ ഇവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷെ ഒരു കുഴപ്പമെന്ന് അറിയോ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സംഭവം ഒരുപാടുണ്ട്. നിങ്ങൾ പറഞ്ഞ 40% അത് ഒട്ടും കുറവല്ല, അത് കൂടാനേ സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. അത് ആർക്ക് മനസ്സിലാവുമെന്നറിയാവോ? ആർക്കാ മനസ്സിലാവുന്നേ? മക്കൾക്കും കൂടെയുള്ളവർക്കും. ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് ആണെന്ന് പിടികിട്ടും, ഭർത്താവിനാണെങ്കിൽ ഭാര്യ ആണെന്ന് ഇങ്ങനെ പിടികിട്ടും. അല്ലെങ്കിൽ ഈ പേരൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല, ദൈവം ഇവരോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ള ചിന്ത വരും. അത് വൈകാരിക തലത്തിൽ ഇവരുടെ ഇമോഷൻ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇന്ന് ദേഷ്യമാണെങ്കിൽ നാളെ സങ്കടമാണ്. ഇവരുടെ ചിന്തകളുടെ തലത്തിലാണെങ്കിൽ വൈകാരിക തലത്തിൻ്റെ ദേഷ്യം, ഇന്ന് ദേഷ്യം നാളെ ചിലപ്പോൾ ഹാപ്പിനെസ് കാണിക്കും. അവരുടെ ഒരു വ്യക്തിയെപ്പറ്റി ഇവർ ഭയങ്കരമായിട്ട് പൊക്കി പറയാം, ആ വ്യക്തി 2 ദിവസം ഇടിച്ച് നിരത്തി പറയാം. ഡിവാലുവേറ്റും ചെയ്യും, ഐഡിയലൈസും ചെയ്യും. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇവർക്കുണ്ട്. ഒരു വ്യക്തി ഇവർ 2 രീതിയിലൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ഇതാർക്കും ഇപ്പം ഞാൻ വിചാരിച്ചു എന്നോടെന്ന് പറയാം, അച്ഛാ പുള്ളിയുടെ ദേഷ്യം ഒരു രക്ഷയില്ല അച്ഛാ, പിള്ളേരെല്ലാം സഫർ ചെയ്യുക, പുള്ളിക്ക് ദേഷ്യം വന്നാൽ പിടിച്ച് പിള്ളേരെ തല്ലുക. നിങ്ങൾ ഓർത്തോണം, പിള്ളേരെ തല്ലുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇവിടെ തല്ലുന്നവരുണ്ടോ എങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡയഗ്നോസ് ദാറ്റ് യു ആർ ഇൻ ബോർഡർ ലൈൻ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ബോഡിയിൽ പോലെ ഒതുക്കാൻ പറ്റാതെ ആക്ടിങ് ഔട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ, അബ്സല്യൂട്ട്ലി നിങ്ങളുടെ ആങ്കർ വന്നിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞ് സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ബോർഡർ ലൈൻ. നിങ്ങളുടെ കുട്ടികൾ നമ്മളോട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ കുട്ടികളെ പിടിച്ച് തല്ലുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ബോർഡർ ലൈൻ. നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ്. അവൾക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വെറുതെ എനിക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ആൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് എ ബോർഡർ ലൈൻ സ്ട്രക്ചർ. നമ്മൾ പറയുന്നത് ബോർഡർ ലൈൻ പേഴ്സണൽ ഡിസോർഡറിനെ പറ്റിയല്ല, എ ബോർഡർ ലൈൻ സ്ട്രക്ചർ എന്ന് പറയും. ഒരു മൈൻഡിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി സംസാരിക്കുന്നത്. എന്നോടൊന്ന് പറയുമ്പം ഞാൻ പറയും, എപ്പം പറയാം അച്ഛാ ഭയങ്കര പാടാ പുള്ളീനെ കൊണ്ട്. ഞാൻ പറയും, എൻ്റെ ദൈവമേ അനീഷിനെ കൊണ്ടോ? അനീഷ് എന്നെ നല്ല പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന. നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികാരത്തിന് പിടികിട്ടത്തില്ല, ഈ പുള്ളി അങ്ങനെ പ്രശ്നമാണ്, പള്ളിയിൽ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നു തോന്നും. ആണ് താനും. കാരണം ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവരുടെ ഈ പറഞ്ഞ പ്രശ്നത്തിൻ്റെ കാരണം ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എളുപ്പമല്ല. ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നാർസിസ്റ്റിനെയൊക്കെ അടിച്ചില്ലാതാക്കി മാത്രമേ ഈ പറയുന്ന ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, എൻ്റെ പണ്ട് ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് നമ്മൾ ഒരാൾ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ എന്നോട് എൻ്റെ സൂപ്പർവൈസർ പറഞ്ഞാണ്, നെക്സ്റ്റ് സെഷനകത്ത് വരുമ്പം പുള്ളി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, അങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്നത്, വാട്ട് യു ഡു ഈസ് റിയലി റോങ് എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൺഫ്രണ്ടേഷൻ നടക്കാതെ ആ വ്യക്തിക്ക് ഒരു മാറ്റം വരത്തില്ല. ഇപ്പം അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടോ, അയ്യോ നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും പറയാനൊന്നുമില്ല. പ്രസൻസ് കൊണ്ട് മാത്രം ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല. ആബ്സെൻസ് എന്ന് പറയുന്നത് ചിലപ്പം കൺഫ്രണ്ടേഷൻ ആയിരിക്കും. ആ ഒരു കോമ്പിനേഷൻ മസ്റ്റാണ് മനുഷ്യൻ മാറാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഓർത്തിരിക്കുക. നമുക്ക് ക്ലാസ് നിർത്തുവാണ് ഞാൻ. കാരണം ഇത് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എളുപ്പമല്ലെന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ തലത്തിലാണ്. ഡിപ്രഷനെ പറ്റി പറയുമ്പോൾ ഒരു വാക്കുണ്ട്, ദർ ഈസ് നോ ഡിപ്രഷൻ, ദർ ആർ ഡിപ്രഷൻസ് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ പ്രശ്നത്തെ പറയുമ്പം ഒരു പ്രശ്നമില്ല, പ്രശ്നങ്ങൾ ആണുള്ളത്. അതുകൊണ്ട് ഓരോ കുടുംബത്തിലെയും പ്രശ്നങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ഓരോ ബോർഡർ ലൈൻ്റെയും അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്. ചില വ്യക്തികൾ ഇതിൽ ആങ്കറിൻ്റെ തലത്തിലായിരിക്കാം, ചില വ്യക്തികൾ മറ്റുള്ളവരെ പറ്റി പറയും. നിങ്ങളൊരു വ്യക്തിനെ വെറുതെ അങ്ങ് ഡിവാലുവേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് റീസൺ പോലും അറിയാതെ ഡിവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ കൂടത്തിലുള്ള വ്യക്തിയെ പറ്റി ആയിരിക്കും ചിലപ്പോൾ ചെറിയ നിസ്സാരമായ കൊമൻസിലൂടെ ആയിരിക്കും. നമുക്കെപ്പറ്റി എന്തോ പ്രശ്നമുണ്ടെന്നെങ്കിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം, എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ.
നിങ്ങളുടെ നേച്ചറിനെ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ പറയപ്പെട്ടവരെ കൃപയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു? കൃപ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ റിയാലിറ്റി അല്ലേ? ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ റിയാലിറ്റി ആണെങ്കിൽ ഈ കോമ്പിനേഷൻ ഈ ഇൻ്റഗ്രേഷൻ നടക്കുന്നതിനാണ് നമ്മൾ സൈക്കോ സ്പിരിച്വൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. എൻ്റെ നേച്ചറിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കറേജസ് ആകണം. ആന കുളം കലക്കുന്ന പോലെ നമ്മൾ കുളം കലക്കികളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആനയ്ക്ക് ആനയുടെ മുഖം കാണാൻ പേടിയേണ്ട, ആന കുളം കലക്കും എന്ന് പറയുന്ന പോലെ നമ്മളെ അഡ്രസ്സ് ചെയ്യാതെ ബാക്കി എന്തിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ നല്ലൊരു പാരൻറ്റിങ്ങിലേക്ക് എത്താൻ പറ്റും. ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്ലീനോ എന്ന് പറയുന്നൊരു വാക്ക് ക്ലിനിക്ക് എന്ന് പറയുന്നൊരു വാക്ക് വരുന്നതാണ്. ക്ലിനിക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? നിങ്ങളെല്ലാം നഴ്സുമാരെല്ലാം മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ക്ലിനിക്ക് അത് തെറാപ്യൂട്ടിക് ആയിട്ടൊരു വാക്കാണ് അല്ലേ? നമ്മളൊരു നമ്മളെന്തിനാ ക്ലിനിക്കിൽ പോകുന്നത്? അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കൽ എന്ന് പറയുന്നതിന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ക്ലീനോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്ന വാക്കാണ് റിക്ലൈൻ എന്ന് പറയും. റിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ റിക്ലൈൻ ചെയ്യുക. അതിൽ നിന്നുമാണ് ഈ ക്ലിനിക്ക് എന്ന് പറയുന്നത്, റിക്ലൈൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുട്ടികളോട് കൂടി ഒന്ന് റിക്ലൈൻ ചെയ്യണം. നമ്മുടെ കുട്ടികൾ എങ്ങനെ ഈ ലോകത്തെ നോക്കുന്നതെന്ന് ഒന്ന് റിക്ലൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ആ ഒരു പെർസ്പെക്റ്റീവ് കൂടെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ കുട്ടികളെ സഹായിക്കാൻ പറ്റും. പക്ഷെ റിക്ലൈൻ ചെയ്തതിന് മുമ്പ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യണം. നമുക്ക് നല്ല പേരൻസ് ആകാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾ പേരൻസ് ആണ് ഓൾറെഡി, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ശരിക്കും ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ക്വാളിറ്റിയിൽ എവിടെയാണ് ഇതിൻ്റെ ബ്ലോക്ക് എന്ന് ചിന്തിക്കേണ്ടത്. ആം ഐ സ്റ്റക്ക് സംവെയർ ഇൻ ദ പാസ്റ്റ് ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യണം. നമുക്ക് നമ്മുടെ പാസ്റ്റിനെ അറിയാൻ പറ്റത്തില്ല. യു വിൽ ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ്. സന്താന എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ വാക്കാണ്, ഇഫ് യു ഡു നോട്ട് നോ ദ പാസ്റ്റ് യു ആർ കണ്ടംൻഡ് ടു റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിപ്പറ്റീഷൻ മുഴുവൻ വൂൺസ് കയറാൻ പോകുന്ന ആർക്കാ? നമ്മുടെ മക്കൾ വെറുതെ തളരുവാണ് അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം കാരണം. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ, അത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കുറേ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മൾ ഓരോ പേഴ്സണാലിറ്റി ഇഷ്യൂസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ ഏതൊക്കെ പേഴ്സണാലിറ്റി, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, നമ്മൾ ഒരുപാട് മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഇടയിലുള്ളൊരു മെൻറ്റാലിറ്റി, അത് ഒരു പേട്രിയാർക്കൽ കൾച്ചറിൽ നിന്ന് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഭാര്യ എന്ന് പറയുന്ന എല്ലാം ഡിസിഷൻ എടുക്കുന്നത് ഞാൻ മാത്രമാണെന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ ഡിസിഷനെതിരെ വരുന്ന ഒരു ചിന്തകൾ എനിക്ക് ഇഷ്ടപ്പെടാതെ പോവുകയാണ്. നമ്മൾ ഇന്നും ഡോമിനേറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ചിന്തിക്കുക എല്ലാം ശാന്തമായിട്ട് പോകുന്ന കുടുംബമാണല്ലോ. മറ്റേ ആൾ സഹിക്കുന്നതുകൊണ്ടാണ് ശാന്തതയോടെ പോകുന്നത്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇത് കുഴപ്പമില്ലാതെ പോവുകയാണ്. ഈ ലേണഡ് ഹെൽപ്ലെസ് എന്ന് പറയുന്ന കാര്യമാണ്. കുറേ നാൾ ഇങ്ങനെ ശീലിച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളൂ. അങ്ങനെ എന്ന് പറയുന്ന പോലെ ഒരു ലേണഡ് ഹെൽപ്ലെസ്നെസ്, നിസ്സഹായാവസ്ഥ, പഠിച്ചതൊരു നിസ്സഹായാവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. സെലിഗ്മാൻ എന്ന് പറയുന്നൊരു സൈക്കോളജിൻ്റെ വാക്കാണ് ലേണഡ് ഹെൽപ്ലെസ്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഞാൻ പതുക്കെ അവസാനിപ്പിക്കുകയാണ്. കാരണം സമയം ഒത്തിരി ഇങ്ങ് മുന്നോട്ട് പോയി. 1 മണിക്കൂർ 10 മിനിറ്റ് കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ. നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാം കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇവിടെ ഇരിക്കണമെന്ന്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മൈക്ക് പാസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഗ്രാസിയ ഓപ്പറാത്തോർ ഇൻ നാത്തൂര. അപ്പം അടുത്ത പ്രാവശ്യം ദേഷ്യം വരുമ്പം നമുക്ക് കുറേ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വാക്കും കൂടെ പഠിക്കുന്ന നല്ലതാണ്. ഇത് നല്ലൊരു വാചകം കേട്ടോ. ഗ്രാസിയ തൊള്ളീത്തിന് അത്തൂർ, ഇച്ചിരി പവറാം. പെർഫിച്ചിത്ത് എന്നൊക്കെ പറയുമ്പം ഒരു നല്ലൊരു വാക്കാണ്. പിന്നെ ഇൻ്റലിജൻ്റ് പൗക്ക പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയാണെങ്കിൽ കുറച്ച് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നെ പറയുകയുള്ളൂ സെൽഫ് കമ്പാഷനും അങ്ങോട്ട് കമ്പാഷനും. നമ്മുടെ മക്കളോടും കമ്പാഷൻ, ജീവിത പങ്കാളിയോട് കമ്പാഷൻ, നമ്മളോട് തന്നെ കമ്പാഷൻ. ഈ കരുണ എന്ന് പറയുന്ന വാക്കിൽ ഒത്തിരി അർത്ഥമുണ്ട്. നമ്മുടെ സീറോ മലബാർ ആരാധനക്രമത്തിന് അത് കൃപയെല്ലാം കരുണയാക്കി എന്ന് പറയുമ്പം അത് ഭയങ്കര എനിക്ക് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുറിയാനെ റൂട്ടിൽ കിടക്കുന്ന കരുണയായതുകൊണ്ടാണ്. എന്നാൽ പോലും ആ വാക്കിന് എന്തോ ഒരു പവറല്ലേ. ദാവീദിൻ്റെ പുത്ര എന്നെ കനിയണമേ, കരുണ തോന്നണമേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര പവറാണ്. നമ്മളോട് തന്നെ കരുണ കാണിക്കാൻ പറ്റും. ലോകത്ത് നമുക്ക് ബാക്കിയുള്ളവരുടെ എല്ലാം കരുണ കാണിക്കാൻ എളുപ്പമാണ്. ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു, എൻ്റെ സുഹൃത്ത് പരീക്ഷയ്ക്ക് തോറ്റു. ഞാൻ അവനോട് അരമണിക്കൂർ പോയി ഇരുന്നിട്ട് പറയും, എടാ കുഴപ്പമില്ലടാ, പോട്ടറാ, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാടാ. അവനോട് കരുണ കാണിക്കുക. ഞാൻ തോറ്റു, എന്നോട് അതുപോലെ പറയാൻ പറ്റുമോ? പോട്ടറാ അനീഷേ, അടുത്ത ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. ഭയങ്കര പാടാണ് നമ്മളോട് കരുണ കാണിക്കാൻ. നമ്മൾ വേറൊരാളെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് ഒരു വൂണ്ട് നടന്നു എന്ന് പാസ്റ്റ് ഒരു വൂണ്ട് നമ്മൾ അതിനോട് ചെന്ന് വേണമെങ്കിൽ പറയും, എടാ കുഴപ്പമില്ലടാ പോട്ടടാന്ന് പറയും. സെയിം ഈവൻ്റ് നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിലോ? വ്യത്യാസമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം. സമയത്തിൽ പോയി ചോദിക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചോദിച്ചാൽ നിങ്ങളുടെ മുഖമൊന്നും തെളിയത്തൊന്നുമില്ല കേട്ടോ, സ്വരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പേടി ഞാൻ ആദ്യം കൊടുത്തായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിക്കാം.
ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യങ്ങൾ അവസാനിക്കുന്നിടത്താണ് ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ് സൈനാണ്. നിങ്ങൾ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ 1-2 ചോദ്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് മൊത്തത്തിൽ ചോദിക്കണമെങ്കിൽ. കാരണം നമ്മളൊരു വിശാലമായിട്ട് ടോപ്പിക്ക് അതിനകത്ത് നമ്മൾ കവർ ചെയ്തു. പ്രത്യേകിച്ച് എളുപ്പമല്ല ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി. ബോർഡർ ലൈൻ പെട്ടെന്ന് സൈക്കോസിനായി പോകത്തൊന്നുമില്ല. ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ അറ്റത്ത് പോയി ഇരിക്കുന്ന സംഭവമൊന്നുമല്ല. അതൊരു വലിയൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിൽ ബോർഡർ ലൈനായിട്ടുള്ള പേരൻസ് ബോർഡർ ലൈനുള്ള കുട്ടികളെ അവരെങ്ങനെയെങ്കിലും ആക്കി തീർക്കും. കാരണം ഈ ഒരു പാറ്റേൺ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വഭാവങ്ങളുള്ള എല്ലാ പേരൻറ്റിനും കുട്ടികളെ തല്ലുക, കുട്ടികളെ വഴക്ക് പറയുന്നതിനകത്ത് നമ്മൾ ഒരു രീതിയിലെങ്കിൽ ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പം എന്നെ ഒരു കാര്യം പഠിപ്പിക്കും. നാളെ പരീക്ഷയാണ്. എൻ്റെ പേരൻസ് എൻ്റെ തോക്ക് കൊണ്ട് തലയിലോട്ട് ചുറ്റിയിട്ട് നീ പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാൻ പറ്റുമോ? കണക്കിൻ്റെ ഈ പറഞ്ഞ A+B² പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുക, നീ പഠിച്ചില്ലെങ്കിൽ അടിച്ച് പഠിപ്പിക്കാൻ പറ്റുമോ? നോ, ലേണിംഗ് ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് ലേണിംഗ് നടക്കണേ അത്ര ശാന്തമായിട്ടൊരു അന്തരീക്ഷമായിരിക്കണം. ജീവിതത്തെ പറ്റി പഠിക്കണമെങ്കിലും അതുകൊണ്ട് നമ്മളിങ്ങനെ ദേവാലയത്തിൽ വന്നൊക്കെ ശാന്തമായിട്ടിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കണം. അവിടെ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. നമ്മൾ വളരാതെ നമ്മൾ ആരെപ്പറ്റി ചിന്തിക്കണം, ആരെയും വളർത്താൻ പോകുന്നു. ഓക്കെ, വി ക്യാൻ ജസ്റ്റ് വൈൻഡ് അപ്പ്. ചോദ്യങ്ങളൊന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ അതൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചോദിച്ചു ചേച്ചി, എങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എല്ലാവർക്കും വേണ്ടി. അച്ഛനിപ്പം നമ്മുടെ പാസ്റ്റിനോട് റിക്കൺസൈൽ ചെയ്യാനായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള അഡറേഷൻ ഇരിക്കുക, പ്രാക്ടിക്കലായിട്ട് ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ല, ഞാനതിനെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിനൊക്കെ പോകുന്നത് നല്ലതാണ്. ഞാൻ ആദ്യം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡയമെൻഷനകത്ത് പറയും. പക്ഷേ എല്ലാവർക്കും കൗൺസിലിങ്ങിന് പോകാൻ എളുപ്പമായിരിക്കണമെന്നില്ല. കാരണം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലും. എന്നാൽ അതിനൊരു സാധ്യതയുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സാധ്യതയുണ്ട്. നമുക്കിതിനകത്ത് ഏറ്റവും കുഴപ്പം വരും നമുക്ക് ഇൻസൈറ്റ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇൻസൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് കട്ടിലിരുന്നിട്ട് ദൈവമേ ഇന്ന് എന്തൊക്കെ സംഭവിച്ചെന്ന് ചിന്തിക്കുക. എന്തൊക്കെ വൈകാരിക തലങ്ങളുണ്ട്, എനിക്ക് ദേഷ്യം വന്നായിരുന്നോ, ഞാനിന്ന് ജോലി കഴിഞ്ഞ് നഴ്സിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം കൊച്ചിനോട് ഞാൻ വഴക്ക് പറഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവനോട് ഞാൻ ചോദിച്ചായിരുന്നു. അവിടെ തൊട്ട് കൊച്ചിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ പാസ്റ്റിലൂടെ ചിന്തിക്കണം. ചെറുപ്പം തൊട്ട് നടന്ന കാര്യങ്ങൾ, പള്ളിയിലൊക്കെ വന്നിരിക്കുമ്പം പഴയ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു, ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ തിളയ്ക്കുന്ന ഓർമ്മകളും എല്ലാം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈശോയെ ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ റീലിവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റീലിവ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും എളുപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ മറ്റൊത്തിരി കാര്യം ചിന്തിക്കാതെ നമ്മുടെ സ്വന്തം ലൈഫിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതാണ് ഒരു പെട്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കൗൺസിലിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തലങ്ങൾ, കാരണം ടോക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹീലിംഗ് ആണ്. ടോക്കിങ്ങിൻ്റെ പ്രത്യേകം നമ്മൾ ആരെങ്കിലും നമ്മളെ കേൾക്കണം. നമ്മൾ കേട്ട് തന്നെ. പിന്നെ നമ്മൾ ഒരാളെ ലിസൺ ചെയ്താൽ മതി. ലവ് ഈസ് ലിസണിങ്. പോൾ ടില്ലിച്ച് എന്ന് പറഞ്ഞ ആളുടെ വാക്കാണ് ലവ് ഈസ് ലിസണിങ്. നമ്മൾ ഒരാളെ ലിസൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ക്യൂർ ഉണ്ടാകും ജീവിതത്തിലെ വൂൺസ്. നിങ്ങൾ ദേഷ്യങ്ങളുടെ എല്ലാം പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെപ്പറ്റി യാതൊരു അഭിപ്രായം നിങ്ങൾക്കില്ലെന്നുള്ളതാണ്. ഇവരുടെ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അത്രയും ഡൗൺ ആണ്. നമ്മളതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ അത്രയും വീക്ക് സെൽഫ് ഇമേജാണ്. നാർസിസ്റ്റിക്കിൻ്റെ സെൽഫ് ഇമേജ് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ നാർസിസ്റ്റിൻ്റെ സെൽഫ് ഇമേജ്? അവൻ ചിന്തിക്കുന്നത് അവൻ്റെ വലിയ ഇമേജാണ്. അവൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ചെറിയ ഇമേജാണ്. ഈ ഇമേജിനെ തൊടുവെന്ന് പേടി വരുമ്പോഴാണ് അവൻ ഒരിക്കലും നാർസിസ്റ്റിക്കിന് ഒരു ജോക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഹ്യൂമർ പറയാൻ പറ്റത്തില്ല. അവരെന്ന് സർക്കാസമായിരിക്കും. അതായത് നമ്മൾ ചിന്തിക്കും ഈ ജോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഒരു ജോക്ക് പറയും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് എൻജോയ് ചെയ്യുകയാണ്. സർക്കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ അടിച്ച് തകർത്തിട്ടുള്ള ഒരു പ്രത്യേകത്തിലുള്ള ഇങ്ങനെ ആക്കിയുള്ള ഒരു കൈൻഡ് ഓഫ് ജോക്കിനെയാണ് നമ്മൾ ഈ സർക്കാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സർക്കാസംകാരൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം, നമുക്കൊക്കെ എന്തൊക്കെയോ ചില സൂചനകൾ നൽകുന്നുണ്ട്. അവിടെ നമ്മളോട് തന്നെ നമ്മൾ കരുണ കാണിക്കണം. എന്ന് വെച്ചാൽ നമുക്കിന്നെ മൂടിക്കൂടെ നടത്തുകൊണ്ടും കാര്യമൊന്നുമില്ല. കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവുമുണ്ട്, മക്കളുമുണ്ട്. ഇവർ എന്തോ ഒരു വൂൺസ് ഈ കാലഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞെന്നുള്ളത് വേറൊരു ചോദ്യം. ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ചോദ്യം. നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള നഷ്ടപ്പെട്ടു പോയ പാസ്റ്റിനെ സാധ്യതയുണ്ട്, പക്ഷേ വെരി ഡിഫിക്കൽട്ട്. അച്ഛൻ പാസ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ പാസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ചൈൽഡ്ഹുഡ് പാസ്റ്റ് എവിടെ ചോദ്യം വരുന്നത്? ഓക്കെ 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 ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് പാസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് ശരിക്കും പറഞ്ഞാൽ അടിച്ചും വഴക്ക് പറഞ്ഞും ഈ അച്ഛൻ പറഞ്ഞ പോലെയുള്ള ഒരു ട്രെൻഡിൽ കൂടെ അല്ല ഞങ്ങളെല്ലാം വളർത്തിയത്. മെജോറിറ്റി ഓഫ് ദ പേരൻസ്, ബിക്കോസ് വി ആർ ജസ്റ്റ് ബോൺ ഇൻ ടു ലൈക്ക് ഫാർമേഴ്സ് ഫാമിലീസ് ഓർ പേരൻസ് അത്ര എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ മക്കളെ പറ്റി ഞങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ പോലെ വളർത്തണമെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ വളർന്നു വന്ന ആ സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്നിട്ടും ഇന്ന് ഞങ്ങൾ നല്ലൊരു പേരൻസായിട്ട് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷേ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് എങ്ങനെ നൽകി എന്നുള്ളതും
എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ശക്തി അല്ലെങ്കിൽ പ്രത്യേക കഴിവ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെഫിഷ്യൻസി പറയാമോ? കൾച്ചറിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, മുമ്പിലുള്ള ഫാമിലി വലിയൊരു ഫാക്ടറാണ്, ഈവൻ എൻവയറമെൻറ്റ് ഫാക്ടറാണ്. ചില വ്യക്തികൾ ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ചില കെമിക്കൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, ഈവൻ സൈക്കോട്ടിക് പോലുള്ള കാര്യങ്ങൾ വരാം, സോഷ്യലായിട്ട് എലമെൻറ്റ്സ് നമ്മുടെ കൊച്ചിനെ ബാധിക്കാം. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. നമ്മളെ ഇപ്പം നമ്മുടെ പേരൻസ് തല്ലുന്നു, എന്നെ വഴക്ക് പറയുന്നു, എന്നെ തല്ലുന്നു, ഞാൻ തൊട്ടടുത്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവനെ അവിടെ തെങ്ങ കെട്ടിയിട്ട് അടിക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം അതിനകത്ത് വലിയൊരു ഒരു ഫാക്ടർ ഞാൻ അവിടെ തന്നെ ഒരു പരിധി വരെ ഹീൽ ചെയ്യുക. കാരണം കൾച്ചർ മൊത്തം അങ്ങനെയാണെന്ന് ഞാനങ്ങ് ധരിച്ചിരിക്കുകയാണ്. പക്ഷെ അമേരിക്കയുടെ കൾച്ചറിനകത്ത് ഈ ചെറുപ്പം തൊട്ട് ഈ കൊച്ചുങ്ങൾ പഠിക്കുന്നതെല്ലാം അബ്യൂസായിട്ട് ഓൾറെഡി പഠിക്കുകയാണ്. അവർ 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു ഇത് വന്ന് 911 വിളിക്കണം, അങ്ങനെയുള്ള എല്ലാം അവരോട് പഠിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇതെല്ലാം അബ്യൂസാണെന്ന് ഓൾറെഡി അവർക്കറിയാം. കൾച്ചർ ഹീൽ ചെയ്യത്തില്ല ഇവിടെ, കാരണം ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിന് കളക്റ്റീവായിട്ട് ഹീൽ ചെയ്യാനുള്ള കഴിവില്ല. പക്ഷേ കളക്റ്റിവിസ്റ്റിക് കൾച്ചറിൻ്റെ പ്രത്യേകത, ഇനി കൊച്ചി എന്നിട്ട് വേറെ എടാ എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, അടിക്കുന്നു, ബഹളം വെക്കുന്നു, അവൻ പറയാം എടാ നിന്നെ അത്ര അടിച്ചു തരുള്ളൂ, എന്നെ തലകുത്തി തീർത്തിട്ട് അടിക്കുന്നു. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ കൊള്ളാല പരിപാടി. ഞാൻ പറഞ്ഞ ഒരു കൾച്ചറിന് ഒത്തിരി ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്, കാരണം നമ്മൾ മൊത്തം അങ്ങനെ കാണുന്നത്. പിന്നെ നമ്മൾക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കളിക്കാൻ പോകുമ്പം കുറച്ച് ആ ഒരു വൂൺസിനെ ഹീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ നമ്മൾ വേറൊരു തലം പള്ളിയിൽ പോകുമ്പോൾ എന്തൊരു ഹീലിംഗ് ആയിട്ടുള്ള സെൻറ്റർ ആയിരുന്നു ദേവാലയം എന്ന് പറഞ്ഞാൽ. കാരണം ദേവാലയം വന്നപ്പോൾ നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ട് എത്ര കലാപരിപാടികൾക്ക് വേണ്ടി ദേവാലയത്തിൽ പോകുന്നു, എന്തോരം കാര്യങ്ങൾക്ക് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. അതൊരു ഭയങ്കര ഹീലിംഗ് എക്സ്പീരിയൻസ്. സ്കൂള്, കളി, ഏറ്റവും കൂടുതൽ ഒരു കൊച്ചുങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്ന നല്ലൊരു കാര്യമാണ് കളിക്കുക, വെറുതെ കളിക്കുക. നമ്മുടെ കുട്ടികൾ നമുക്കെല്ലാം കളിക്കുന്നുണ്ടോ? അവർക്ക് ആകെയുള്ള കളി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുള്ള കളിയല്ലേ. എന്തൊരു ഐസൊലേറ്റഡ് നമ്മുടെ കുട്ടികൾ, എന്തൊരു ലോൺലി നമ്മുടെ കുട്ടികൾ. അതുകൊണ്ട് കുട്ടികളെ ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കൊടുക്കുന്ന ഒരു വഴക്ക് പോലും കുട്ടികളെ അങ്ങ് ഇല്ലാതാക്കുകയാണ്. കാരണം റെസിലിയൻസ് എന്ന് പറയുന്ന സംഭവം ഈ കൾച്ചർ ഒരിക്കലും ഒരു രീതിയിൽ അവർക്ക് സഹായിക്കുന്നില്ല. നമുക്കായിരിക്കും അത് സംഭവിക്കുന്നത്. കാരണം നമ്മൾ ഈ 2 കൾച്ചറിൽ നിന്ന് വന്നുകൊണ്ട് നമുക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാതെ പോകുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇത് വൈറ്റ് കൾച്ചറുള്ള വേറൊരാൾക്ക് ഇത് പ്രശ്നമല്ലായിരിക്കാം, കാരണം അവിടുത്തെ കൊച്ച് ഈ പറഞ്ഞ എല്ലാം ഒരു റെസിലിയൻ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ 2 കൾച്ചറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ഒരു ടെൻഷനിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരേപോലെ നമ്മൾ ലൂസേഴ്സ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിച്ച് നമുക്ക് പോകാൻ വേണ്ടി പറ്റുക എന്നുള്ള. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു തലമുണ്ട്. നമ്മളിപ്പം പേരൻസൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ അടിച്ചു വളർത്തി, അതുകൊണ്ട് എന്നാലും നമ്മളൊക്കെ നന്നായല്ലോ എന്ന് ചിന്തിക്കും. അതും പൂർണ്ണമായിട്ട് ശരിയാണോ നിർബന്ധം? നമ്മളാണ് ചിന്തിക്കുന്നത് നമ്മൾ നന്നായെന്ന്, കൂടെയുള്ളവർ പറയുന്നില്ല നമ്മൾ നന്നായെന്ന കാര്യം. അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ എടാ എന്നെ അന്ന് തെങ്ങ കെട്ടിയിട്ട് അടിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നന്നായെന്ന്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയത്. അതുകൊണ്ടൊന്നും അല്ല നമ്മൾ നന്നായത്, മറ്റ് ഫാക്ടേഴ്സ് നമ്മളെ സഹായിച്ചതുകൊണ്ടും കൂടിയാണ് നമുക്ക് പല കാര്യങ്ങൾക്കും ഈ ഹീലിംഗ് വന്നത്. അതുകൊണ്ട് പാസ്റ്റിൻ്റെ ഒരു ഒപ്രഷനുള്ള ഡൈമെൻഷനെ ഒരു രീതിയിൽ നമ്മൾ ഐഡിയലൈസ് ചെയ്യില്ല. എൻ്റെ അപ്പൻ എന്നെ രാവിലെ എണീപ്പിച്ച് തല്ലി പള്ളി വിടുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവഭക്തി ഉള്ളവരായി എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, 1-2 പ്രാവശ്യമൊക്കെ നമുക്കൊരു എക്സെപ്ഷനായിട്ട് മനസ്സിലാക്കും. പക്ഷെ ഇന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പനോട് ദേഷ്യം വരുന്നത്, ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ രീതി കൂടി ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് എക്സ്പ്രസ് ചെയ്യാതെ ദേഷ്യം മക്കളോട് വേണം ഇന്ന് തീർക്കുന്നവരുണ്ട്. നേഴ്സിങ്ങിന് ആശുപത്രി പോയി രോഗികളോടും അവിടെയുള്ള സ്റ്റാഫിനോടും ഒക്കെ ദേഷ്യം തോന്നുന്നവർ ഒട്ടും എക്സ്പ്രസ് ചെയ്യാതെ വീട്ടിൽ വന്നിട്ട് അടിച്ച് താർക്കുന്നവരുണ്ട് ദേഷ്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് ഇത് പ്ലേസ് ചെയ്യും, പ്രൊജക്റ്റ് ചെയ്യും, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. അത് നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കൾച്ചറിൻ്റെ നന്മകൾ നമുക്ക് മനസ്സിലാക്കാം, സ്വീകരിക്കാം. ഈ കൾച്ചറിൻ്റെ നന്മകളുണ്ട്, അത് നമുക്ക് സ്വീകരിക്കാം. ആ ഒരു കോമ്പിനേഷൻ പറ്റുവാണെങ്കിൽ ഫാന്റാസ്റ്റിക്. എളുപ്പമല്ല സംഭവിക്കുന്ന. അതിൻ്റെ തിന്മയും ഇവിടുത്തെ തിന്മയും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു പ്രത്യേക തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് പലയിടത്തും. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒരു സംശയം. ഈ പേഴ്സണാലിറ്റീസ് വൺസ് ഫോംഡ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായാൽ അത് എവർ ഏബിൾ ടു ചേഞ്ച്? ലൈക്ക് നാർസിസം ഒരു ട്രൈറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാ പറഞ്ഞേ? നാർസിസം ഈസ് എ personality trait, right? Yeah. Will it able to change? Yeah. Correct it. Thank you. ഈ പേഴ്സണാലിറ്റി ആദ്യം ഒരു വാക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതും പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് പറയുന്നതും രണ്ടാണ്. ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു കാര്യം നമുക്ക് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർക്കെല്ലാം അസ്വസ്ഥത വരുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിതിനെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്. ഉദാഹരണം ഒബ്സസീവ് കമ്പൽസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂ മച്ചാ. ഇപ്പം കൈ കഴുകുന്നു, 10 പ്രാവശ്യം കൈ കഴുകിയാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ വാതിൽ പൂട്ടിയില്ലേന്ന് പല പ്രാവശ്യം നോക്കുന്നു. പാത്രമൊക്കെ വീട്ടിലിങ്ങനെ അടുക്കി വെക്കുന്നതിനകത്ത് കൂടുതൽ വരുന്നവർ ഒരു ഒബ്സസീവ് കമ്പൽസീവിൻ്റെ തലത്തിലോട്ട് വരുന്നുണ്ട്. അത് ഡിസോർഡർ ആവണം നിർബന്ധമില്ല.
നമുക്കറിയാം എനിക്ക് അങ്ങനെ ഒരു പെർഫെക്ഷനിസത്തിൻ്റെ സംഭവമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊരു ട്രെയിറ്റ് ആയിട്ട് മാത്രം നിൽക്കാം. അപ്പോൾ നമുക്കിതിനെ മാറ്റുക എന്നതിനേക്കാളും നമുക്കിതിനെപ്പറ്റി വേണ്ടത് ഒരു അവെയർനെസ് ആണ്. എൻ്റെ ഒരു പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പം ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റിയും എൻ്റെ ഭർത്താവ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടി ആണെങ്കിൽ വി ഹാവ് ടു നോ ദ ഡിഫറൻസ്. അതുകൊണ്ട് പലപ്പോഴും പേഴ്സണാലിറ്റിയുടെ ആ ഒരു ഡിസോർഡർ വേണം നമുക്ക് മാറ്റാം. പല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ കൗൺസിലിങ്ങിലൂടെയും ഒരു നീണ്ട കാലത്തെ സൈക്കോതെറാപ്പിയിലൂടെയൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ അഡ്രസ്സ് ചെയ്യാം. പക്ഷെ എന്ന് വിചാരിച്ച് പേഴ്സണാലിറ്റി ട്രേറ്റ് ഒന്നും മാറണമെന്നില്ല. പക്ഷെ നമുക്ക് പേഴ്സണാലിറ്റി ട്രേറ്റിനെ പറ്റി അവെയർ ആകാൻ പറ്റും. അപ്പോൾ എനിക്ക് അവെയർ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പറ്റും. ഞാനിങ്ങനെ ഭയങ്കര എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, എല്ലാവർക്കും നമുക്ക് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. ഈ പ്രൊഫഷണലിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ആങ്സൈറ്റി ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്കിടാ എൻ്റെ സ്വഭാവത്തിനകത്ത് അത് അങ്ങനെയുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ പോയി കിട്ടും, അത് സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റി. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്യൂട്ടിഫുൾ ഡിസോർഡർ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ എല്ലാം അലമ്പാക്കിയിട്ട് കഴിയുമ്പം നമുക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി ഭയങ്കര ബുദ്ധിമുട്ട് വരും അല്ലേ? പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആ ഡിസോർഡറെ തന്നെ കുഴപ്പം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ ഒരു മേശ അങ്ങോട്ടും അല്ലെങ്കിൽ ഒരു പേന ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞിരുന്നാലും എന്താ കുഴപ്പം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഒത്തിരി കാമായി കഴിഞ്ഞു. സോ എവറി ഡിസോർഡർ ഹാസ് എ ബ്യൂട്ടി. സോ ബ്യൂട്ടിഫുൾ ഡിസോർഡർ നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ ചില ക്രമരാഹിത്യങ്ങളിനകത്ത് മനോഹാരിത കണ്ടുപിടിക്കുക. അത് പറ്റുന്നത് ആ ഒരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. ചോദിച്ച ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് മാറത്തൊന്നുമില്ല. ഡിസോർഡർ ലെവലിലോട്ട് നമുക്ക് ഇച്ചിരി കൂടെ ട്രേറ്റിലോട്ട് മാറ്റാൻ പറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ബി ഇൻസൈറ്റ്ഫുൾ അബൌട്ട്. ഇത് കോൺഷ്യസ് പാരൻറ്റിങ്ങിനകത്ത് ആ ഒരു ഡൈമെൻഷൻ വരുന്നുണ്ട്. കൊച്ചുങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഐ ആം ജസ്റ്റ് ബിക്കമിങ് കോൺഷ്യസ് ഓഫ് മൈ പാസ്റ്റ് വൂൺസ്. അത് ഭയങ്കര ഒരു വളർച്ചയാണ്. ദാറ്റ്സ് ആൻസർ. താങ്ക് യു. അച്ഛാ, എനിക്കൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച് ഇന്ന് തുടങ്ങി പിള്ളേരെയൊക്കെ നേരാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിപ്പോൾ പ്രശ്നമായി, ഞങ്ങൾ തന്നെ നേരാവേണ്ട ഒരു അവസ്ഥയിലാണ്. എനിവേ, എൻ്റെ ചോദ്യം ഇതാണ്. ഇവർ പലരും ചോദിച്ചതിനോട് ബന്ധമുള്ളതായിരിക്കും. അച്ഛൻ പറഞ്ഞു, കുഞ്ഞ് ജനിച്ച് 1, 2, 3, 4 മാസങ്ങളിൽ തന്നെ അവരുടെ ചില രൂപങ്ങളും മീൻസ് അവരുടെ സ്വഭാവങ്ങളൊക്കെ അവർ ഫിക്സ് ആവുന്നു, വൂണ്ടുകൾ ഏൽക്കപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓൾറെഡി ഇപ്പോൾ പലരും പിള്ളേരൊക്കെ വലുതായി, പക്ഷെ ഓൾറെഡി വൂണ്ടഡ് ആയി പിള്ളേർ. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഇനി അത് ഹീൽ ചെയ്യാനായിട്ട് പറ്റും? ഒന്ന്, വൂണ്ടഡായി എന്ന് തിരിച്ചറിയുവാണെങ്കിൽ എങ്ങനെയാണ് വൂണ്ട് വന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതെങ്ങനെയാണ്, ഞാൻ എന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇഷ്യൂ കൊണ്ടാണോ അതോ പേരൻ്റൽ പ്രശ്നങ്ങളിൽ നിന്നാണോ നമ്മുടെ കുട്ടിക്ക് ഒരു വൂണ്ട്സിൻ്റെ തലങ്ങൾ വന്നു? പിന്നെ നമ്മളിന്ന് എക്സാജറേറ്റ് ചെയ്യല്, ഓവർ ഡയഗ്നോസ് എന്ന് പറഞ്ഞ അടുത്തൊരു പ്രശ്നമാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഞാൻ ഒത്തിരി വൂണ്ട്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ചിന്തിക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. പക്ഷെ അത്രയും നമ്മൾ കൊടുത്തു നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും ഞാനെന്ന വ്യക്തിയുടെ ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ കുട്ടീനെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്, ജസ്റ്റ് ബീങ് അവെയർ ഓഫ് വാട്ട് ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് മൈ ചൈൽഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുന്നോട്ടുള്ള വളർച്ചയിൽ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ആം ഐ ഏബിൾ ടു റീക്രിയേറ്റ് the attachment relationship which I lost or which my child lost with me in his past or in her past. അതിനെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള, അതിന് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത്, കൊച്ചിന് ആരോടെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വൂണ്ട് വന്നാൽ, ഇപ്പോൾ ട്രൗമയിലൂടെ വരുന്ന വൂണ്ട് വന്നാൽ അതിൻ്റെ പിറകിലൊരു ആങ്കറുണ്ട്. ഈ ആങ്കർ എന്ന് പറയുന്നതിനെ എക്സ്പ്രസ് ചെയ്യാതെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റത്തില്ല ഒരു പരിധി. ഉദാഹരണം, നമ്മൾ പള്ളി വരിക, അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുന്നു പറയാം. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയോട് ഭയങ്കര വിരോധം ഇങ്ങനെ നിൽക്കുമോ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. സംടൈംസ് യു ഹാവ് ടു ലെറ്റ് ദാറ്റ് ആങ്കർ ഔട്ട്. എങ്ങനെ ഔട്ട് ചെയ്യും? ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ഇടയ്ക്ക്, ഇപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ ഈ ഒരു ചോദ്യത്തിനെ എന്നും അഡ്രസ്സ് ചെയ്യുന്നതാണ്. കൗൺസിലിംഗ് ഇടയ്ക്ക് പിള്ളേർ വരുന്നു, പേരൻസിനോട് ദേഷ്യം. ആദ്യം ഒരു പേരൻസിനോട് ദേഷ്യം കാണിക്കത്തില്ല, കാരണം പേരൻസിനെ എങ്ങനെ ദേഷ്യപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പേരൻസിനോടുള്ള ദേഷ്യം ഇങ്ങനെ പുറത്ത് കാണിക്കും. ഭാര്യ ഭർത്താവിനോടുള്ള ദേഷ്യം, ഇങ്ങനെ ഭയങ്കര ദേഷ്യം. ഭാര്യ ഇങ്ങനെ സ്വപ്നം കാണുക, ഭർത്താവ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ ഇടിക്കുന്നു. സ്വപ്നത്തിൽ മാത്രമേ കാണുന്നത്. എന്തുകൊണ്ടാണ് സ്വപ്നത്തിലോട്ട് ഇതെല്ലാം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സൂചനകളാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, അവെയർനെസ് ഓൾറെഡി അതുണ്ടെങ്കിൽ നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എപ്പോഴും നമ്മുടെ ഒരു ടൈമിന് ഹീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഒരു കോൺഫ്ലിക്ച്വലായിട്ടൊരു ഫാമിലി ഒരു കൊച്ചു വളരുന്നുവെങ്കിൽ 5 വയസ്സ് വരെ സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിക്കും. കാരണം പേരൻസ് മാറിയിട്ടില്ല. ഇനി വൺസ് പേരൻസിന് അതിനെപ്പറ്റി ഒരു അവെയർനെസ് ഒന്ന് മാറാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു,
അത് വലിയൊരു പ്രോസസ്സ്. എങ്ങനെ പേരൻസ് മാറും എന്നുള്ളത് വേറെ ചോദ്യം. അവരെങ്ങനെ മാറാൻ വേണ്ടി തീരുമാനിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഈ പറയുന്ന വൂൺസിനെ പതുക്കെ പതുക്കെ ഹീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിൽ ഹീൽ ചെയ്ത് എത്ര പെട്ടെന്ന് ഹീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ചെറുപ്പത്തിൽ ഹീൽ ചെയ്യുന്നു, അത്രയും അത് നന്നായിട്ട് പോകുന്നു. ഇനി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഈ കൊച്ചിനൊരു സംസാരിക്കാനുള്ള വേറൊരു സ്റ്റേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള, വേറൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. അവൻ്റെ കാര്യങ്ങൾ പറയട്ടെ, അവൻ്റെ സ്പേസ്, അവൻ്റെ ആങ്കർ മുഴുവൻ പുറത്ത് ചാടിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കൊച്ചിനോട് ഹീൽ ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ ഇറ്റലി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗാങ് റേപ്പിന് വിധേയപ്പെട്ട ഒരു പെൺകുട്ടി, അപ്പോൾ എൻ്റെ ഒരു സൂപ്പർവൈസറാണ് അവളെ നേരിട്ട് കൗൺസിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നമ്മളൊരു സൂപ്പർവൈസി ആയതുകൊണ്ട് ചിലപ്പം ആ ഒരു കേസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൊച്ച് ഇത്രയും വേദനയിലൂടെ കടന്നു, എന്തൊരു ആങ്കർ പറയണം അല്ലേ. ആ ഒരു 10-30 വയസ്സാണ് ആ കൊച്ചിനെ കാണുന്നത്. ആ കൊച്ചി ഇന്ന് ഈ ചൈൽഡ് കെയറിന് വേണ്ടിയൊക്കെ ഉള്ള കാര്യങ്ങൾ പല ഇടവുകളിലൊക്കെ ഇറ്റാലിയൻ ഇടവുകളിലൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഇന്ന് ആ കൊച്ചിന് ആ വ്യക്തിയോട് ആങ്കർ പോലും ഇല്ല. ആ കൊച്ചു പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 കൊല്ലം എടുത്ത് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി ആങ്കറെ ലെറ്റ് ഔട്ട് ചെയ്തിട്ട് അവസാനം ഫൊർഗീവ്നെസ്സിലോട്ട് വരിക. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ, ഭയങ്കര പവർഫുൾ, അക്സെപ്റ്റിംഗ് ദ പാസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ എന്നാൽ പള്ളിയിൽ പോയിട്ട് അന്ന് ഈശോയെ എന്നാൽ അക്സെപ്റ്റ് ചെയ്തേക്കാം. നോ, യു കാണ്ട് അക്സെപ്റ്റ് ദാറ്റ്. അത്ര എളുപ്പമല്ല ഈ അക്സെപ്റ്റിംഗ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്തോരം പ്രോസസ്സുണ്ട്, ആങ്കർ എന്തോരം പുറത്ത് പോകാനുണ്ട്. അത് വലിയൊരു പ്രോസസ്സാണ്. ചോദിച്ചതിന് ഉത്തരം ലൈക്ക് അവയർനെസ്, അവിടെ നിന്നും നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ആലോചനകൾ. ഇന്ന് തൊട്ട് തുടങ്ങിയാൽ പോലും ഒത്തിരി കാര്യങ്ങൾക്ക് വൂൺസ് മാറും. ഡയലോഗ് കൊച്ചിന് പറയാനുള്ളതെല്ലാം കേൾക്കുക. പേരൻസിനെതിരെ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് കേട്ടിരിക്കുക. അത്രയും കപ്പാസിറ്റി വേണം. ആ സമയത്തായിരിക്കും ഞാനതൊന്നും ഉദ്ദേശിച്ചത്, ഡൺ, തീർന്നു, അതോടെ തീർന്നു. കാരണം കൊച്ചിനെ വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് അതുകൊണ്ടാണ് നമ്മുടെ തേർഡ് പാർട്ടി ചിലപ്പോൾ സഹായിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കൊച്ചു നമ്മുടെ അപ്പൻ അന്ന് തന്നെ ചെയ്തെന്ന് ചോദിക്കും, ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ യു ഡോണ്ട് റിലേറ്റ് ടു ദ ഇമോഷണൽ, ആ ഒരു ഇമോഷണൽ സ്റ്റേജിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എൻ്റെ അർത്ഥം. നിങ്ങൾ പോകോ കേട്ടോ, നല്ല ചോദ്യങ്ങളാണ്, നിങ്ങൾ പതുക്കെ മാറിക്കും, കുഴപ്പമില്ല. ഇനി ചോദ്യങ്ങളുണ്ടോ? അച്ഛാ, എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെ കൾച്ചർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുകയല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുകയല്ലാത്ത ഒരു ഇഷ്യൂ ആണ് ഇപ്പോഴും. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് ഇപ്പം എൻ്റെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, ഫസ്റ്റിലെ വന്നപ്പോഴവർ പറഞ്ഞു എനിക്ക് ADHD ഉണ്ട്, ഞാൻ മെഡിക്കേഷൻ കഴിക്കുന്നതാണ്. അല്ല, എൻ്റെ 2 വർക്കേഴ്സ് പറഞ്ഞു ഞാൻ ആങ്സൈറ്റി ഡയഗ്നോസ്ഡ് ആണ്, ഡിപ്രഷനുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ, ഇൻക്ലൂഡിങ് ഞാൻ, എനിക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിയോട് പോലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പം എസ്പെഷ്യലി നമ്മുടെ പിള്ളേരുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഒരു കാലത്തും ഒരു മനുഷ്യനോടും പറയില്ല, എന്തോ ഒരു വലിയ നമ്മുടെ ഒരു അപരാധം കൊണ്ട് പറ്റിപ്പോയ ഒരു കാര്യമാണ് എന്ന് ഇപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയൂ. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലീസിലും എന്തെങ്കിലും തലത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് ഞാൻ ഒരുപാട് ഫാമിലീസിനെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ തലത്തിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു ന്യൂറോട്ടിക് ഇഷ്യൂസ് നന്നായിട്ടുള്ള ഫാമിലീസിൽ ഓൺലൈനൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ആ ഫാമിലി ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ മാത്രമേ ഈ പ്രശ്നമുള്ളതെന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് പേടിയാണ്, ബാക്കിയുള്ള ഫാമിലീസിനോട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. എവിടെ നിന്ന് വരുന്ന? നമ്മുടെ കൾച്ചറിൽ നിന്ന് വരുന്ന. കാരണം അത്രയും സ്റ്റിഗ്മാറ്റൈസ്ഡ് ആണ്, ആ ഒരു വലിയൊരു ടാബുവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം വേറൊരു അറിഞ്ഞുകൊണ്ട്, ദൈവമേ എൻ്റെ പ്രശ്നം അറിഞ്ഞല്ലോ അവർ ചിന്തിക്കത്തില്ല, നമ്മുടെ പോലെ അവർക്കും പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാനാണ് ഒന്നാമത്തെ സാധ്യത. നമ്മൾ ആ ഒരു ടാബുവിൽ നിന്ന് നമ്മൾ തന്നെ പുറത്ത് ചാടുക എന്നേ ഉള്ളൂ. അതിപ്പം എന്തോ ഒരു അവയർനെസ് കൊടുത്തു എന്ന് പറഞ്ഞാലും എളുപ്പമല്ല. അപ്പം നിങ്ങൾക്കൊരു കളക്റ്റീവായിട്ട് ചിന്തിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോക്കസ് ഗ്രൂപ്പ്സിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇപ്പം മാതാക്കളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മുടെ കൊച്ചുങ്ങൾക്കും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അവനിങ്ങനെ മുറി കയറുന്നു, അവൻ ക്ലോസ് ചെയ്യുന്നു, അവനോട് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇൻ്റർനെറ്റൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ കുട്ടികൾ ഇപ്പോൾ കടന്നു പോകുന്ന ചില വെബ്സൈറ്റൊക്കെ നമ്മളതിനെ പേടിക്കുകയാണ്. ഇവർ ഏതൊക്കെ വെബ്സൈറ്റിലൂടെ എല്ലാ പിള്ളേർ പോകുന്നു, നമുക്ക് പേടി വരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അടുത്തവരോട് പറയാൻ പറ്റുമോ? ചില വളരെ പ്രൈവറ്റായ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല, പക്ഷേ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും. പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു പനി വരുമ്പം ഉള്ള അതേ സംഭവം തന്നെ നമുക്കൊരു ഡിപ്രഷൻ വരിക എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലുള്ള ഒരു അസുഖം മനസ്സിനാന്നേ ഉള്ളൂ. അതിനേക്കാളും പെയിൻഫുൾ ആയിട്ടൊരു അസുഖം. ഏറ്റവും വലിയ പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അസുഖം വന്നിട്ട് എനിക്ക് അസുഖം ആരോടും പറയാൻ പറ്റുന്നില്ല എന്നുള്ളിടത്തോളം പെയിനുള്ളൊരു കാര്യമില്ല. ഇപ്പം എനിക്ക് ഡിപ്രഷൻ വരുന്നു, ആരെങ്കിലും അറിയൂ എന്നുള്ള പേടി, അത്രയും പെയിനുള്ള, അത് തന്നെ ഈ ഡിപ്രഷനെ വീണ്ടും ഡിപ്രസ്ഡ് ആക്കുകയാണ്. എന്നാൽ നമുക്ക് പറയാൻ അതിപ്പം ചേച്ചി പറഞ്ഞ ഉദാഹരണത്തിനകത്ത്, സെലിന ചേച്ചി പറഞ്ഞ ഉദാഹരണത്തിനകത്ത് ആ ഒരു ADHD വന്ന് പറയുകയാണ്, ഓക്കെ ഐ ഹാവ് ADHD. നമ്മൾ ഇറ്റലിയിലും യൂറോപ്പിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യ ദിവസം ഡിപ്രഷൻ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്, ഐ എം ടേക്കിംഗ് ഈ മെഡിക്കേഷൻ ഏതൊക്കെയാണ്, മെഡിസിൻ ഏതൊക്കെയാണെന്ന് കാണിക്കും. അത് മനുഷ്യൻ്റെ ഓപ്പണിങ് ഭയങ്കരമാണ്. ആ ലെവലിലോട്ട് നമ്മൾ വളർന്നിട്ടില്ല, നമ്മൾ വളരുക. അതിപ്പം നിങ്ങൾ വളരണമെന്ന് പറയാനല്ലാതെ നമുക്ക് അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്കൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ഒരു ബൈപ്പോളാർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഭയങ്കര ആംഗ്രി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഓക്കെ
ഇറ്റ് ക്യാൻ ഹാപ്പൻ. നിങ്ങളുടെ തന്നെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇതുവരെ വന്ന എല്ലാ ബാഗേജും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതിൻ്റെ ഫലമായിട്ട് നമുക്കതിനെ വരുന്നതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കരുണ കാണിക്കാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങളോടും കരുണ കാണിക്കാൻ പറ്റണം, മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ പറ്റണം. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. എന്തിൻ്റെ? ഹീലിങ്ങിൻ്റെ ഹോസ്പിറ്റലാണ്. നമുക്ക് സൗഖ്യം കൊടുക്കുന്ന ആശുപത്രിയായിട്ട് എന്ന് നമ്മുടെ ദേവാലയം മാറുന്നു. ഈ ഇടവക ദേവാലയം നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഐഡൻറ്റിറ്റി ഫോം ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹീലിംഗ് സെൻറ്റർ ആകുന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ ദേവാലയത്തിലോട്ട് വരുമ്പോഴേ അവരുടെ പല രീതിയിൽ അഭിനയിക്കുന്ന ബുദ്ധിമുട്ടിന് ഉത്തരവുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് എന്ന് ഈ ഇടവക ദേവാലയം ഹീലിംഗ് സെൻറ്റർ ആകുന്നു അന്നാണ് നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ച് സംഭവിക്കുന്നത് ഹീലിങ്ങിന് പകരം ദേവാലയങ്ങൾ കൂടുതൽ വൂൺസ് കൊടുക്കുക. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവാലയമല്ല കൊടുക്കുന്നത്, നമ്മൾ തന്നെ കൊടുക്കുന്നത്. നമ്മുടെ ചില ചോദ്യങ്ങൾ, നമുക്ക് ചില അസ്വസ്ഥതകൾ, നമ്മുടെ അസൂയയുടെ പറയിലുള്ളത് സെൽഫ് എസ്റ്റീം എന്ന സാധനമില്ല. അതുകൊണ്ട് ഈ അസൂയ വരുന്നത്, അതിപ്പോൾ വേറൊരു ടോപ്പിക്കാണ്, അതൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കൊച്ചിനേക്കാൾ വേറൊരു കൊച്ചി പെർഫോം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് പ്രശ്നമാണ്. ഇവിടെ ഒരാൾ ബൈബിൾ വായിക്കുമ്പോൾ നന്നായിട്ട് വായിച്ചു കഴിയുമ്പം ചിലരുടെ മനസ്സിലിങ്ങനെ കൊള്ളുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിക്കുക. പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പറയുകയാണ് ഓക്കെ എല്ലാവരും റെഡി, നല്ല വായനയായിരുന്നു കിട്ടുന്നത്. അപ്പോൾ ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് സഹിക്കുന്നില്ല അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ പറയുകയാണ് ഓ വായനയൊക്കെയുള്ള, പക്ഷെ അവളുടെ സാരി അവളെ കാണിക്കാൻ വേണ്ടിയല്ല. എന്തെങ്കിലും നമുക്ക് പറയാതെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഓരോ സൂചനകളാണ്. അപ്പം ഞാൻ പറഞ്ഞതിന് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ കമ്മ്യൂണിറ്റി വലിയൊരു പ്രശ്നമാണ്. എല്ലാ കളക്ടിവിസ്റ്റിക് കളക്റ്റിനകത്തും പ്രശ്നമാണ്. ബി കറേജിയസ് ടു അഡ്രസ് ദാറ്റ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം 10 പേര് അറിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്ക് എളുപ്പമായി, എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ നമുക്ക് കൂളായിട്ട് വരാമല്ലോ. താങ്ക് യു. നിർത്താം. നിങ്ങൾ ഒത്തിരി നേരം കേട്ടിരുന്നു കേട്ടോ. എല്ലാവർക്കും നന്ദി, താങ്ക് യു. സ്നേഹം പറഞ്ഞ അനീഷച്ച, അച്ഛൻ്റെ ഓരോ നിമിഷവും ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത, ഞങ്ങൾ ആഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മൾ തന്നെ അറിഞ്ഞാൽ, എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ചികിത്സയുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പേരൻറ്റിങ്ങിന് വേണ്ടി നമ്മുടെ മക്കളോട് നമ്മളെ ഷെയർ ചെയ്യുമ്പോൾ, അവരുടെ മുന്നിലേക്ക് നമ്മളെ തുറന്നിടുമ്പോൾ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നു കയറുവാൻ നമ്മൾ സഹായിക്കുകയാണ്. അവരോടൊപ്പം നമുക്ക് പോകാം, അവരോട് നമുക്ക് ഉയരാം. നമുക്ക് നല്ലൊരു നാളെയെ, നല്ലൊരു സമൂഹത്തെ, നല്ല ഒരു പൗരബോധമുള്ള പൗരന്മാരെ വാർത്തെടുത്തുകൊണ്ട് നമ്മുടെ ഈ ചർച്ച് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛൻ നൽകിയ ഓരോ ക്ലാസ്സിനും, അച്ഛൻ തരുന്ന ഓരോ അഡ്വൈസിനും ഇൻഫൻറ്റ് ജീസസ് ഇസ്ലാം കാത്തലിക് ചർച്ചിൻ്റെ പേരിലും ഇവിടുത്തെ ഓരോ മെമ്പേഴ്സിൻ്റെ പേരിലും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട റൂബനച്ചൻ്റെ പേരിലും ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. വി എക്സ്പെക്ട് മോർ ഫ്രം യു ആൻഡ് വി വിൽ കീപ് ഇൻ ടച്ച് വിത്ത് യു. താങ്ക് യു അച്ഛാ. നമുക്ക് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദി ലോർഡ് ഈസ് വിത്ത് thee, blessed art thou amongst women and blessed is the fruit of thy womb, Jesus. Glory be to the Father and to the Son and to the Holy Spirit. താങ്ക് യു ഓൾ. നല്ല വിശപ്പ്.